राम हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे हरे पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि। ഉണ്ണികൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഉണ്ണികൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഉണ്ണികൃഷ്ണ മുകുന്ദ ജനാർദ്ദന കണ്ണാ കാർവർണ്ണ കൃഷ്ണ ഹരേ ജയ ഉണ്ണികൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഉണ്ണികൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഉണ്ണികൃഷ്ണ മുകുന്ദ ജനാർദ്ദന കണ്ണാകാർവർണ്ണ കൃഷ്ണ ഹരേ ജയ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. ശ്രീനാരായണ. എല്ലാവർക്കും വിനീത നമസ്കാരം. ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ പാദത്തിലും പ്രണമിക്കണു. നമ്മൾ ഇവിടെ ഇന്ന് 5 ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ശാസ്താരം എന്നുള്ള ആ മഹായജ്ഞം, അതിൽ ഒരു ഭാഗവാക്കായി നമ്മളെയും കൂടി ആ ഭഗവാൻ കാരുണ്യം കൊണ്ട് ഇവിടെ നമ്മളെ ചേർത്ത് വച്ചിരിക്കുകയാണ്. ഇന്നത്തോടു കൂടിയിട്ട് ആ യജ്ഞത്തിൻ്റെ സമാപനമാണ്. ഇന്ന് 5 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അയ്യപ്പസ്വാമിയുടെ കഥകളും അത് ശബരിമല ശ്രീ ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞ ധർമ്മശാസ്താവ് തന്നെയാണ് അവിടെ. അപ്പോൾ അവിടെ ഭഗവാൻ ബ്രഹ്മചാരിയായ അതിനു മുമ്പ് ഭഗവാന്റെ എങ്ങനെയാണ് പൂർണ്ണ പുഷ്കല എന്നുള്ള ഭാര്യമാരുണ്ടായി, അങ്ങനെ പല കാര്യങ്ങളും നമ്മളിവിടെ പരസ്പരം അറിയണത് പോലെ എല്ലാം പങ്കുവച്ചു. ഹരേ നാരായണ. അറിയണത് പോലെ നമ്മളിതാ എല്ലാവരും എല്ലാം പങ്കുവച്ചു. അപ്പോൾ ആ പങ്കുവച്ച കാര്യങ്ങൾ പലതും നമ്മൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്, പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട് അല്ലേ. ഇപ്പോൾ ഈ വർഷം ശബരിമലയ്ക്ക് പഴയ പോലെയൊന്നും പോകാൻ സാധിക്കണില്ല നമുക്ക് എല്ലാവർക്കും. ഈ മഹാമാരി മൂലം കൊണ്ട് ശബരിമല എന്നല്ല ഒരമ്പലത്തിലേക്കും നമുക്ക് ആ പണ്ടത്തെ പോലെ ഒന്നും പോകാനോ ഒന്നിനും നമുക്ക് സാധിക്കാതെ കണ്ടായി. അത് ഓരോന്നും നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ തന്നെ ഓരോരോ പ്രവൃത്തികളുടെ ഫലങ്ങളെ കൊണ്ടാണ് ആരായാലും ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങൾ തന്നെയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ ശബരിമല ആ ദർശനത്തിൻ്റെ പ്രശ്നത്തിൽ 2 വർഷവും കഴിഞ്ഞ വർഷം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായില്ലേ അവിടെ. എത്ര എല്ലാവരും വീടിൻ്റെ ഉള്ളിലിരുന്നവർ വരെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ അത് ഇറങ്ങി അതിന് വേണ്ടിയിട്ട് ആ അവസ്ഥ ഉണ്ടാവേണ്ടി വന്നു. ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ ആരാണ്? നമുക്കിന്ന് അങ്ങനെ എല്ലാം കൂടി ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഇന്നിവിടെ നമ്മുടെ യജ്ഞത്തിൻ്റെ ഈ സമർപ്പണം അങ്ങനെയാവാം. അപ്പോൾ നമ്മളുടെ ഇതിനൊക്കെ ആരാ ഉത്തരവാദി എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുക.
നമുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് വേറെ ആരെയും നോക്കണ്ട, അവനവൻ്റെ ഗൃഹത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാം. നമ്മളുടെ ഗൃഹങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു പഴയ കാലത്ത്? നിത്യവും 2 നേരം സന്ധ്യാദീപം തെളിയിക്കും. ആ സന്ധ്യാദീപം തെളിയിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ജപിക്കും. അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നാമം ജപിക്കും. അത് ആ കൃത്യസമയത്ത് അസ്തമിക്കും സൂര്യനോട് രക്ഷാദീപത്തെ വാങ്ങുവാൻ വീടുതോറും വിളങ്ങുന്ന വിളക്കേ കൈതൊഴുന്നു ഞാൻ. ആ സന്ധ്യ നേരത്ത് സൂര്യാസ്തമയം ആകുമ്പോഴേക്കും നമുക്കത് വിളക്ക് കൊളുത്തും. അതുപോലെ സൂര്യൻ ഉദിച്ചു വരണേക്കാളും മുമ്പ് ആ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ രാവിലെ വിളക്ക് കൊളുത്തണം. കാരണം ആ ഭഗവാന്റെ ആ സൂര്യഭഗവാനിൽ നിന്ന് ആ തേജസ് ഏറ്റുവാങ്ങിയേക്കുകയാണ്. നമുക്ക് ആ തമസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ കണ്ടിരിക്കാൻ ആ ഏറ്റുവാങ്ങിയത് ആ പ്രഭാതാവണേക്കാളും മുമ്പ് തന്നെ ആ വിളക്കിനെ തെളിയിച്ച് ഭഗവാന് തന്നെ സമർപ്പിക്കുക. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പൂജ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെ പൂജ ചെയ്യണ മേൽശാന്തിമാർ അവരൊക്കെ എന്താ ചെയ്യുക? അവരവരുടെ പ്രാണനെ തന്നെ അവിടെ ചൈതന്യത്തിലേക്ക് ആവാഹിച്ചിട്ട് ആ വിഗ്രഹത്തിൽ ചൈതന്യം വർദ്ധിപ്പിച്ചിട്ട് ചൈതന്യം ഉണ്ടാക്കി അവരെ പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ആവാഹിക്കൂലേ? അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളിത് ആ പ്രകൃതിയിൽ നിന്ന് നമുക്ക് പ്രത്യക്ഷനായിട്ട് കാണുന്ന സൂര്യഭഗവാനെ ആ സൂര്യഭഗവാനിൽ നിന്ന് ആ തേജസ്സിനെ നമ്മൾ സ്വീകരിച്ച് അപ്പം അങ്ങനെയാണ് നമ്മൾ വിളക്കൊക്കെ കൊളുത്തുക. അപ്പം നാമജപത്തിൻ്റെ എല്ലാ സന്ധ്യ നേരത്ത് അത് നല്ല സുഖമാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോവുക, സന്ധ്യയ്ക്ക് അമ്പലത്തിൽ തിങ്കളാഴ്ച അവിടെ ശിവൻ്റെ അമ്പലത്തിൽ പോവുക. അങ്ങനെ അമ്പലങ്ങളിലേക്കൊക്കെ പോയിട്ട് സന്ധ്യയ്ക്ക് തൊഴുതിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്പോൾ കുറച്ച് ദൂരെയാണ്, ഒരു 1.5 കിലോമീറ്റർ നടക്കണം ക്ഷേത്രത്തിലേക്ക്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രമുണ്ട്, വൈലൂർ മഹാശിവക്ഷേത്രം എന്ന് പറയും. അവിടെ പോയി തൊഴുതു വരുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നല്ല സുഖമാണ് കേൾക്കാൻ. എല്ലാ വീടുകളിലും വിളക്ക് തെളിഞ്ഞിരിക്കുന്നുണ്ടാവും. അവിടെ കുട്ടികളടക്കം എല്ലാവരും അതെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കണ ഗൃഹങ്ങൾ. ചിലത് ക്ലിയറുമ്പോൾ നാരായണ 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 എന്ന് ജപിക്കണ കേൾക്കാം. ചില സ്ഥലത്ത് രാമനാരായണ 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 അങ്ങനെ ജപിക്കണ കേൾക്കാം. ഇതൊക്കെ അങ്ങനെ കേട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുക. അപ്പോൾ ഓരോ ഗൃഹങ്ങളിൽ നിന്നും ആ നാമജപം ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ. അതിലിങ്ങനെ നടന്നിങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ നമുക്ക് പതുക്കെ നടക്കാൻ തോന്നുള്ളൂ. വേഗം നടന്ന് ഇരുട്ടാകുമ്പോഴേക്കും വീട്ടിലെത്തുകയെന്ന് തോന്നില്ല. കാരണം അത്ര സുഖമാണ് നാമം ജപിക്കണ കേൾക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ ഓരോ ഗൃഹത്തിലും ഇരുന്ന് ഇങ്ങനെ കുട്ടികൾ നാമം ജപിക്കുന്നു. എന്തൊരു അത്ര അത്യുത്സാഹത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഓരോ കാര്യത്തിന്. അതുപോലെ ആചാരങ്ങൾ അല്ലെ, തിരുവാതിര ആയാലും വിഷു ആയാലും ഓണായാലും കുട്ടികൾക്കാണ് ഉത്സാഹം. അവർക്ക് ആചാരങ്ങളെ ആചരിക്കാൻ. ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായി തിരുവാതിരക്കാലം എന്ന് പറഞ്ഞാൽ തന്നെ അതേ നോക്കൂ, എൻ്റെ നെറ്റീമ നല്ലോണം സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അമ്പിളിക്കലയൊക്കെ തൊട്ട്. എൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്. ഞാനിത് ഇത് ചെയ്യുമ്പോൾ അമ്മ എങ്ങനെ അമ്മയുടെ സന്തോഷമാണ് മനസ്സിലോർമ്മ. അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് എല്ലാ ആചാരങ്ങളും അങ്ങനെ അനുഷ്ഠിക്കാൻ. അമ്പിളിക്കലയൊക്കെ തൊട്ട് അതിൽ കുങ്കുമം തൊടണം. പിന്നെ അമ്പലത്തിൽ ആടിയ ചാന്ത്, ദേവിയുടെ അമ്പലത്തിൽ ആടിയ ചാന്ത് തൊടും. അതുപോലെ മുക്കുറ്റി ചാന്ത് തൊടും. കുളി കഴിഞ്ഞ് നമ്മൾ അവിടെ പുഴയിൽ പോയിട്ടാണ് കുളിക്കുക. കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ കൊണ്ട് ഒരു മുങ്ങി കയറിയിട്ട് മഞ്ഞൾ കൊണ്ട് മുഖമൊക്കെ മഞ്ഞൾ തേച്ചിട്ട് ആദ്യം പോയി മുങ്ങി കുളിച്ച് വരും. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കാൻ പറ്റാത്ത സമയത്തൊക്കെ എങ്ങനെയാണ് കുളിക്കുമ്പോൾ നമ്മൾ ഒരു കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മഞ്ഞളൊക്കെ തൊട്ട് ഇതൊക്കെ ചൂടി കാഴുകി കറുക ചൂടി കണ്ണുമേഴുതി കുറി വരച്ചുക അങ്ങനെ പറയും. അതിൽ 1.5 തട്ടുടുപ്പിക്കുക. അതൊക്കെ അമ്മയാണ്. അതുപോലെ മംഗലാതിര നൽപുരാണം എന്ന് പറഞ്ഞാൽ മംഗലാതിര അതൊക്കെ അമ്മ ഇങ്ങനെ ഒരേ വരിയായിട്ട് ചൊല്ലിത്തരും ചെറിയ കുട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ ചൊല്ലും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാർവതി സ്വയംവരം എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അത് അങ്ങനെ ആ പാർവതി സ്വയംവരം സതീദേവി ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ചതും തപസ്സിന് പോണതും ആദ്യം ഭഗവാനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും
ഭഗവാൻ അപ്പോൾ ആ സമയത്ത് കൈലാസത്തിൽ വന്ന് തപസ് ചെയ്യണതും അപ്പോൾ നമസ്കരിച്ച് എന്നും മാലയൊക്കെ കൊണ്ട് ഭഗവാന് കൊടുക്കും. അങ്ങനെ പൂക്കളൊക്കെ കൊണ്ട് സമർപ്പിക്കുന്നതും ദീർഘസുമംഗലി ഭവാന്ന് അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള നല്ല രസമാണ്. അത് പല പല രീതികളിലാണ്. എനിക്ക് അത്ര ഭംഗിയിൽ പാടാനൊന്നും അറിയില്ലെങ്കിലും അതൊക്കെ ഓരോ വരിയായിട്ട് അമ്മ അങ്ങനെ ചൊല്ലിത്തരും. നമ്മളത് കേട്ട് ചൊല്ലും. എൻ്റെ അമ്മയൊക്കെ ആദ്യകാലത്തൊക്കെ ഞങ്ങളെങ്ങനെയാ വെച്ചാൽ അടുത്തടുത്ത ഗൃഹങ്ങളിലുള്ളവർ എല്ലാവരും വരും. എല്ലാവരും കുട്ടികളും സ്ത്രീകളും അടക്കം ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ കുറേ വീടുകളുണ്ടാവില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു വീട്ടിലുള്ള കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ പൂത്തിരുവാതിര എന്നാണ് പറയുക. അപ്പോൾ അത് ഏത് വീടാണോ അവിടെ ഒത്തുകൂടും. എന്നിട്ട് അവിടെ കൈകൊട്ടിക്കളി, പാതിരാപ്പൂ ചൂടൽ. പാതിരാപ്പൂ ചൂടാനായിട്ട് പോകുമ്പോൾ തൃശ്ശൂരേ മതിലകത്ത് ഒന്നല്ലോ പുത്തലിഞ്ഞി പൂ പറിക്കാൻ പോരേൻ മങ്കമാരേ എന്നിങ്ങനെ പാടും. അപ്പോൾ പറയും ഞങ്ങളാരും പോരണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അങ്ങനെ പോയി ഇത് പറഞ്ഞ് കുറച്ച് വഴി അങ്ങോട്ട് പോകും. അവിടെയാണ് തിരുവാതിര പൂവൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവുക. അതൊക്കെ എടുത്ത് ചൂടി ഇതൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ചെയ്തേക്കണേ. രാത്രി ഉറക്കൊഴിക്കൽ, ഊഞ്ഞാലാട്ടം, രാവിലെ നേരത്തെ എനിക്ക് കുളിക്കാനൊക്കെ ആയിട്ട് നേരത്തെ എണീക്കണം എന്ന് പറയുമ്പോൾ അമ്മമാരൊക്കെയാളും മുമ്പ് നമുക്കാണ് ഉത്സാഹം. രാവിലെ പോയിട്ട് ആ പുഴയിൽ പോയി കുളിക്കണ സമയത്ത് ഉണരുണരൂ ഗംഗാദേവി കന്യകമാർ കുളിക്കാൻ വന്നു, ഭഗവാൻ തൻ്റെ തിരുനാളല്ലേ എന്ന് പറഞ്ഞ് ആ ഉണർത്ത് പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പാടിയിട്ട് ഇങ്ങനെ പതുക്കെ ആ വെള്ളം ഇങ്ങനെ അതായിട്ട് പകുതി അരക്കി വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യ് ഇതാ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കും വെള്ളത്തിൽ. മലര് പൊരിക്കുക എന്നാണ് പറയുക. അപ്പോൾ ചോദിക്കും അതിൽ ശ്രീപാർവതി ശ്രീദേവി നിനക്കാരീ പൂ തന്നു, എനിക്കാരും തന്നതല്ല, ഞാനിറുത്തു ചൂടിയതല്ല, കൈതമരച്ചോട്ടിലൂടെ പൂവറിക്കാൻ പോയപ്പോൾ തലയിൽ വന്നു വീണതാണ്. ഇങ്ങനെ പല പൂക്കളുടെ അതിങ്ങനെ പറയുമ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ പറയാൻ വേണം. കൈ ഇങ്ങനെ അപ്പം കുറേ അമ്മമാർ എല്ലാവരും ഇങ്ങനെ വട്ടട്ട് നിന്നിട്ടാണ്. കുട്ടികൾക്കൊക്കെ അത് എന്തു തണുപ്പായിരിക്കും എന്നറിയോ ആ സമയത്ത്. ഇന്നത്തേക്കാളൊക്കെ തണുപ്പ് കൂടുതലാണ് അന്ന്. എന്നാലും അതൊക്കെ ആസ്വദിക്കാൻ ഉള്ളൊരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. ആ മനസ്സ് ഉണ്ടാക്കി തന്നത് ആരാ? നമ്മളുടെ അച്ഛനമ്മമാർ തന്നെയാണ് ഉണ്ടാക്കി തന്നത്. നമ്മളോട് ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞും കാര്യങ്ങൾ പറഞ്ഞും നമ്മളെ ചേർത്ത് നിർത്തി. അതൊക്കെ സന്തോഷത്തിൻ്റെ ഓരോ ആഘോഷങ്ങളും ഭഗവാനിലേക്ക് അടുപ്പിക്കണ ആ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഇരിക്കണ നമ്മളുടെ ആ കാലത്തിന് അതുപോലെ ഓണക്കാലത്ത് പൂ പറിക്കാൻ പോവുക, കുട്ടികൾ പൂക്കളിടുക, ആ ഒരു കാലം എത്ര നല്ലൊരു കാലമായിരുന്നു. ഇന്ന് ഇപ്പം എങ്ങനെയാണ് ബാക്കി രാവിലത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. രാവിലെ എണീറ്റ് നാമം ജപിക്കും വിളക്ക് കൊളുത്തലും ഒക്കെ അവിടെ നിൽക്കട്ടെ. കാരണം അത് ഇല്ലാതെ ആയി. ഏതെങ്കിലും ഗൃഹത്തിൽ അമ്മമാർ രാവിലെ വിളക്ക് കൊളുത്തിയാലായി. അധികം വീടുകളിലും രാവിലെ ഇപ്പോൾ വിളക്ക് കൊളുത്തലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. വൈകിട്ട് സന്ധ്യ നേരത്ത് ഇത്രയും സമയമുള്ളതിൻ്റെ സമയത്ത് ആ സന്ധ്യ നേരത്ത് ഒരു 6 മണി തൊട്ടിട്ട് ഒരു 6:30 വരെയെങ്കിലും അതല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നാമം ജപിക്കാൻ നമുക്ക് നേരമില്ല. അന്ന് നാമം മുഴങ്ങിയിരുന്ന നമ്മളുടെ ഗൃഹങ്ങളിൽ ഇന്ന് മുഴങ്ങണത് ചീത്ത വർത്തമാനങ്ങളും വഴക്കും വക്കാണും നിലവിളിയും കൊലപാതകവും പിന്നെ പറഞ്ഞുകൂടാൻ അത്ര വൃത്തികെട്ട ഓരോരോ കാര്യങ്ങൾ. അത് മുഴങ്ങണ ഒരു TV എന്ന് പറഞ്ഞൊരു വിഡ്ഢിപ്പെട്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മുഴങ്ങണ ഓരോരോ ശബ്ദങ്ങൾ, ഓരോ ശബ്ദതരംഗവും ഉണ്ടല്ലോ നമ്മളുടെ ആ ചുറ്റുപാടിനെ അത് സ്വാധീനിക്കുന്നുള്ളത് ഉറപ്പാണ്. ഉറക്ക നാമം ചെല്ലുമ്പോൾ അത് എല്ലാ വൃക്ഷലതാദികളെയും എല്ലാവരുടെയും മനസ്സിനെയൊക്കെ അത് ശാന്താക്കും, സ്വസ്ഥാക്കും. എല്ലാവർക്കും അത് എല്ലാവരുടെയും ആ കലികൽമഷങ്ങളെ തീർത്തും അവർക്ക് പുണ്യം നൽകും എന്നൊക്കെ നമ്മൾ പറയണ പോലെ ഈ ചീത്ത വാക്കുകൾ അത് ഏത് മാധ്യമത്തിലൂടെ തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് വെച്ചിട്ട് ഇപ്പോൾ നാമൊക്കെ കേൾക്കണില്ലേ, ആ നാമം കേൾക്കുമ്പോൾ ഉണ്ടാവണ അതും എല്ലാത്തിലും കേൾക്കുമ്പോൾ ഇപ്പോൾ എന്തിനാ സപ്താഹത്തിനൊക്കെ അവിടെ ഇരുന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ അവിടെ വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കേൾക്കാൻ പാകത്തിന് മാത്രം അകത്തേക്ക് തിരിച്ച് ഒരു മൈക്ക വെച്ചാൽ പോരെ, എല്ലാവർക്കും കേൾക്കാം, അവിടെ ഇരിക്കണം എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന്. അതല്ല, ഇത് പുറത്തൊക്കെയായിട്ട് എന്തിനാ അത് വയ്ക്കണേ എന്നുണ്ടെങ്കിൽ ഇത് കേൾക്കണ എല്ലാത്തിനും അതിൻ്റെ അത്രയും ഗുണമാണ്. ആ ഭാഗവതത്തിൻ്റെ പുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സർവ്വചരാചരങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെ കേൾക്കണ ആ പക്ഷികളും പ്രാണികളും വൃക്ഷങ്ങളും ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മളുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അത് ഇവർക്കൊക്കെ അത് ശരിക്കും ചില ദിക്കിൽ സപ്താഹമൊക്കെ വായിക്കുമ്പോൾ പാലക്കാട് ഒരിക്കൽ നെച്ചൂർജിയുടെ ഒരു പ്രഭാഷണത്തിൽ പറയേണ്ടായി. അദ്ദേഹം സപ്താഹം വായിക്കുന്ന സമയത്ത് ഈ വായന തുടങ്ങിക്കഴിഞ്ഞാൽ ആ അമ്പലത്തിലേക്ക് ഒരു പശു വരുത്രേ. ആ പശു വന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കിടക്കില്ല, ആ നടയിൽ 2 കാല് അകത്തേക്ക് വെച്ചത് ഇങ്ങനെ കേട്ട് നിൽക്കും. വായന കഴിഞ്ഞാൽ അത് പോവും, പിന്നെ അതിനെ അവിടെ കാണില്ല. പിന്നെ അടുത്ത തവണ അടുത്ത വായന തുടങ്ങുമ്പോൾ ആദ്യം വന്ന് നിൽക്കും. അതുപോലെ ഇങ്ങനെ പറയണ്ട, ചില സ്ഥലത്ത് പറയണ കേട്ടിട്ടുണ്ട്, നായ വന്നിട്ട് ഒരു അമ്പലത്തിൽ അദ്ദേഹം ഒരു മഹാത്മാവ് പറഞ്ഞ ഒരു നായ വന്നിട്ട് അമ്പലത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഓടിക്കുക, അതിന് ഏത് വഴിക്കോടെ ഓടിച്ചാലും ഈ പാരായണം തുടങ്ങി അത് എവിടുന്നെങ്കിലും വന്ന് അവിടെ എത്തും. അപ്പോൾ ഓടിക്കാൻ നോക്കിയപ്പോൾ ആചാര്യൻ പറഞ്ഞു അത്രയാ വേണ്ട, അതവിടെ കെട്ടേന്ന്. അതൊരു ഉപദ്രവവും ഇല്ലാതെ കണ്ട്, ആരെയും ശല്യപ്പെടുത്താതെ കണ്ട് അത് കേട്ട് ഇങ്ങനെ അവിടെ കിടന്നു. അത് കഴിഞ്ഞാൽ അത് പോവും, ഒന്നിനും ശല്യമില്ല, അത് അവിടെ വന്ന് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ജീവൻ്റെ ഗതിയാണ്. ഏതെങ്കിലും ഒരു കർമ്മദോഷം കൊണ്ടാവും അങ്ങനെ ഒരു ജന്മൊക്കെ ആയിട്ട് വലിയ ഇതാണ്ടാവും. അപ്പോൾ നമ്മൾ ഭാഗവതത്തിൽ തന്നെ വായിച്ചിട്ടില്ലേ, മാനായിട്ട് ജനിച്ച ജഡഭരതൻ്റെ കഥ. ആ ഭരതൻ്റെ അദ്ദേഹത്തിന് മാനായിട്ട് ഭരതമുനി മാനായിട്ട് അതിന് ശേഷമാണല്ലോ ജഡഭരതനായിട്ട് ജനിച്ചത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കർമ്മദോഷങ്ങളെ കൊണ്ടൊക്കെയാവും ഇങ്ങനെയുള്ള ജീവൻ വന്നു. അപ്പോൾ അങ്ങനെയുള്ള ജീവനൊക്കെ അതുകൊണ്ട് മുക്തി ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വേണം നമ്മൾ ഇതുപോലെ. അതിനാണ് ഉറക്ക നാമം ജപിക്കൂ എന്ന് പറയണത്. ഈ ഉറക്ക നാമം ജപിക്കുമ്പോൾ ഉണ്ടാവണ ഗുണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ഒരിക്കൽ അവരുടെ ഒരു പാലസ്തീൻകാരിയാണ്, എനിക്ക് അവരുടെ പേര് ഞാൻ മറന്നു പോയിട്ടോ, ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ പറയേണ്ടായി. ഒരു അമ്മ അവരിങ്ങനെ പഠിക്കുന്നതൊക്കെ അവർ കേരളത്തിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു ഗൃഹത്തിൽ താമസിച്ചപ്പോൾ ഉറക്ക നാമം ജപിക്കണം എന്ന് അവിടുത്തെ മുത്തശ്ശി പറഞ്ഞപ്പോൾ ഇവർ ചോദിച്ചു എന്താ ഉറക്ക നാമം ജപിക്കണം എന്ന് പറയണേന്ന്. അപ്പോൾ അവരോട് പറഞ്ഞു ഉറക്ക നാമം നമ്മൾ വൃക്ഷങ്ങളായാലും ലതകളായാലും അവർക്കൊക്കെ കേൾക്കാനും അനുഭവിക്കാനൊക്കെയുള്ള ഇതുണ്ട്, നമുക്ക് മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ, അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ബോധ്യമായില്ല. അപ്പോൾ ആ അമ്മ തിരിച്ച് അവരുടെ നാട്ടിൽ ചെന്നിട്ട് കുറേ റോസ് നട്ട് വളർത്തിയിത്രേ. എന്നിട്ട് ആ റോസിനോട് ചെന്ന് പറയാണ്, നമ്മൾ പറയേണ്ടതൊക്കെ അവർക്ക് കേൾക്കാൻ സാധിക്കുന്നതാണല്ലോ പറഞ്ഞത്. അപ്പോൾ റോസിനോട് ചെന്ന് പറഞ്ഞു, നിനക്ക് എന്തിനാണ് ഈ മുള്ളുകൾ? നിൻ്റെ മനോഹരമായ പൂക്കളെ ഞാൻ സംരക്ഷിച്ചോളാം, ആരും പൊട്ടിക്കാണ്ട് ഞാൻ നോക്കിക്കോളാം, നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം, ഈ മുള്ളുകൾ വേണ്ട എന്ന് എപ്പോഴും ചെന്നിട്ട് എന്നും ചെന്ന് പറയും. ഇത്രയും മുള്ളുകളുള്ള കാരണം എനിക്ക് നിന്നെ തലോടാനോ തൊടാനോ പറ്റണില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെന്നിങ്ങനെ സംവദിച്ചു കൊണ്ടിരുന്നു ഇവരോട്. അത് കഴിഞ്ഞ ശേഷം അതിൽ നിന്നുണ്ടായി മുകളം പൊട്ടി മുളച്ചുണ്ടായ ആ ഭാഗങ്ങളിലൊന്നും മുള്ളുണ്ടായിരുന്നില്ല എന്നുള്ളത് തെളിഞ്ഞിട്ട് അവർ അതിൻ്റെ ഫോട്ടോയോ സഹിതം ആ ഒരു ഫീച്ചറായിട്ട് അവിടുത്തെ ഒരു ഗ്രന്ഥത്തിൽ കൊടുക്കുകയുണ്ടായിരുന്നു. അതിൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് ഈ കഥ ഓർമ്മ വന്നത്. അതുകൊണ്ട് അത് ഞാൻ പറയണം എന്നിവിടെ ഉദ്ദേശിച്ചതാണെങ്കിൽ ഞാനതൊക്കെ ഒന്ന് എഴുതി വെച്ചതൊക്കെ ഒന്ന് നോക്കി പറഞ്ഞേനെ. അപ്പോൾ അത് ഞാൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവർക്കൊക്കെ ജീവനുള്ള എല്ലാത്തിനും ഇത് കേൾക്കാനുള്ള ശക്തിയുണ്ട് എന്ന് പറയണു. ഇപ്പോൾ ഇതാ പശുക്കൾക്ക് പാല് കൂടുതൽ കിട്ടാനായിട്ട് അവർക്ക് സംഗീതം വെച്ച് കൊടുക്കണു എന്നൊക്കെ പറയണു. അവിടെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ പാല് കൂടുതൽ ചേർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എല്ലാ പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കൊക്കെ ഭഗവാന്റെ ആ കഥകൾ ഉറക്കെ പറയുമ്പോൾ അത് കേൾക്കാനും അനുഭവിക്കാനൊക്കെ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഉറക്ക വയ്ക്കണത്. അപ്പോൾ ഇത് കേൾക്കണ ഒരു ജീവന് മുക്തി കിട്ടും എന്ന് വിചാരിച്ചാൽ ഉറക്ക ജപിക്കണത്. പിന്നെ ഉറക്ക നാമം ജപിക്കണം എന്ന് പറയുന്നതിന് വേറൊരു കാര്യമുണ്ട്. നമ്മളുടെ അഹം എന്നുള്ള ഞാൻ മോശക്കേടാകൊണ്ടാണല്ലോ നമ്മൾ ഉറക്ക ജപിക്കാത്തത്. എന്തിനാ അങ്ങനെ ഉറക്ക ജപിക്കണേ? ഒരു നാണക്കേടാണ് ഉറക്ക നാമം ജപിക്കാൻ. വേറെ ഏതെങ്കിലും രംഗത്തിൽ ഡാൻസോ പാട്ടോ കൂത്തോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തുറക്കെ പാടാനും ആടാനും തുള്ളാനും അറിയാനും ഒന്നും ഒരു മടിയില്ല. ഈശ്വര കാര്യത്തിൽ വരുമ്പോൾ മാത്രമേ ഈ മടിയുള്ളൂ. കാരണം
അത് മായ നമ്മളെ അത്രയ്ക്കധികം ബാധിച്ചിട്ടുണ്ട്. ഈ മായ വിടണില്ല. കാരണം ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ മായയുടെ സ്ഥാനം, കലിയുടെ സ്ഥാനമൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അവനവൻ്റെ സ്ഥാനം നഷ്ടപ്പെടാണ്ടിരിക്കാൻ എല്ലാവരും പരിശ്രമിക്കുമല്ലോ. ആ സ്ഥാനം നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി അവരിങ്ങനെ പരിശ്രമിക്കുകയാണ്. നമ്മളിതാ അതിനടിമയായി പോയിട്ട് അതിനെയൊക്കെ ഉപേക്ഷിക്കണം. നാമം ജപിക്കണത് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ നാമം ജപിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ കേൾക്കാമല്ലോ ഇപ്പോഴല്ലേ. അപ്പം നമ്മളും പറയും നല്ല കാലം, എല്ലാവരും പറയും ഇപ്പോഴത്ര ചെറുപ്പത്തിലെ കുട്ടികളെ നാമം ജപിപ്പിക്കണം. അതൊക്കെ ഒരു പ്രായം കഴിയുമ്പോഴല്ലേ നാമം ജപിക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ തോന്നണമെങ്കിൽ കൗമാര ആചരേതെന്ന് നമുക്കിതാ പ്രഹ്ലാദസ്വാമി പറഞ്ഞു തന്നുണ്ട്. ആ ചെറുപ്പത്തിലേ തൊട്ട് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ കേട്ടതുകൊണ്ടാണ് ഞാനിതാ ഇങ്ങനെ ആ ഭഗവാനിൽ നിറഞ്ഞ് ആ ഭഗവാനിൽ അലിഞ്ഞ് ഗൃഹീതാത്മാ എന്നാണ് പറയണത്. കൃഷ്ണഗ്രഹം പിടിച്ചു അല്ലേ. ഗ്രഹബാധ എന്ന് വെച്ചാൽ കൃഷ്ണഗ്രഹം പിടിച്ച പോലെയാണ് ആ പ്രഹ്ലാദസ്വാമി. അപ്പോൾ അതൊക്കെ പറഞ്ഞു നമ്മളെ പഠിപ്പിച്ച്. അപ്പോൾ ചെറുപ്പത്തിലേ തന്നെ വേണം. അപ്പോൾ തന്നെ വലുതാകുമ്പോഴുള്ളൂ. ചെറുപ്പത്തിലേ നമ്മളിതൊക്കെ പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് നമ്മളിൽ നിന്നത് വിട്ടുപോയി എന്നുണ്ടെങ്കിലും അത് വിട്ടുപോവില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജാമിളൻ്റെ കഥ നമുക്ക് പറഞ്ഞു തന്നു. ചെറുപ്പത്തിലെ ഭക്തിയോട് കൂടിയിട്ട് അല്ലാണ്ട് പോലും ഭഗവത് കാര്യങ്ങളിൽ ശ്രദ്ധ വച്ചതുകൊണ്ട് ആ ഭഗവാൻ കൈവിട്ടില്ല എന്ന് നമ്മളെ അതാ പഠിപ്പിച്ച് തന്ന കഥകളൊക്കെ ധാരാളം. ഇതൊക്കെയാണ് ഈ കഥകൾ കേൾക്കണേ കൊണ്ടും പറയണത് കൊണ്ടൊക്കെ ഉണ്ടാവണ ഗുണങ്ങൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ നാമം ജപിക്കുക എന്നുള്ളത് ഓരോരുത്തരും ചെയ്യേണ്ട യജ്ഞമാണ്. അവരവരുടെ കർത്തവ്യമാണ്, കടമയാണ് ഓരോ ഗൃഹത്തിലും നാമം ജപിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയുന്നുണ്ട് വെച്ചാലും ഇവിടെ പോലും അത് ഞാൻ പറയാം, എല്ലാം പറയണ്ട, എല്ലാവരും കൂടി ഇരുന്ന് നാമം ജപിക്കുക എന്നുള്ളത് നമുക്ക് ജപിക്കുക. അപ്പം നമുക്ക് ഉറക്കെ ജപിക്കാമല്ലോ, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് ജപിക്കാം. അത് നമുക്കാവാലോ, അതിന് വിരോധമൊന്നുമില്ല. ഓരോരുത്തരും അങ്ങനെ വിചാരിച്ചാൽ മതി. എൻ്റെ ഗൃഹത്തിൽ ഞാൻ ഉറക്ക നാമം ജപിക്കും എന്ന് തീർച്ചപ്പെടുത്തിയാൽ മതി. നമ്മളുടെ അതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കും അതിനോട് ആദ്യമൊക്കെ പരിഹാസമൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാലും പിന്നീട് അത് ഭഗവാന്റെ നാമം കേൾക്കണ ചെവികളല്ലേ, ഭഗവാന്റെ കഥകൾ കേൾക്കണ ചെവികളല്ലേ, അത് മാറാതെ കണ്ടിരിക്കില്ല. ഉറപ്പ് തന്നെയാണ് അത്. നമ്മളുടെ ഗൃഹത്തിൻ്റെ ആ ചൈതന്യത്തിനെ നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഓരോ ഗൃഹസ്ഥൻ്റെയും കടമയാണ്. ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ അവരുടെ കടമയാണ് ആ ഗൃഹത്തിലുള്ള ഈശ്വര ചൈതന്യത്തിനെ നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ടതാ എന്താ പറയണേ, ഇപ്പോൾ ആ വിഡ്ഢിപ്പെട്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് എല്ലാം നമ്മൾ നശിപ്പിച്ച് കളഞ്ഞു. അമ്പലത്തിൽ ആ ക്യൂ നിൽക്കാനായിട്ട് വലിയ മടിയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യൂ നിൽക്കില്ല. എത്ര ആൾക്കാരാണ്, എന്നെ കൊണ്ടൊന്നും വയ്യ ക്യൂ നിന്ന് തൊഴാൻ. ഭഗവാന്റെ മുമ്പ് ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റം പറയും. വേറെ എവിടെയെങ്കിലും ചെന്ന് ക്യൂ നിൽക്കാനോ എത്ര നേരം വേണമെങ്കിലും ക്യൂ നിൽക്കാനും ഞാൻ എവിടെയൊക്കെയാണെന്നുള്ളത് ഇവിടെ പറയണില്ല. ഇപ്പോഴൊന്നും ഇതില്ലല്ലോ. സിനിമാ കൊട്ടകകളിലും മദ്യശാലകളിലും തുടങ്ങിയിടത്ത് പിന്നെ പല സ്ഥലങ്ങളുണ്ട്. എവിടെ ചെന്നിട്ട് എങ്ങനെ ക്യൂ നിൽക്കാനും നമുക്കൊരു മടിയില്ല. എത്ര നേരം വേണമെങ്കിലും ക്യൂ നിൽക്കാം, അതിന് മടിയില്ല. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ക്യൂ നിൽക്കുക വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അവിടേക്ക് പോകുക വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. വേറെ എവിടേക്കെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോകാന്ന് വെച്ചാൽ 3 മണിക്കോ 2 മണിക്കോ 1 മണിക്കോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എണീക്കാം. അമ്പലത്തിൽ നാളെ പോകണം കേട്ടോ, 7 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡി ആവണം എന്ന് പറഞ്ഞാൽ 7 മണിക്ക് റെഡി ആവണോ, അത്ര നേരത്തെ പോകണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതൊരു വലിയ നേരമായി. അപ്പം നമ്മളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ നമ്മൾ പലരെയും കളിയാക്കുന്നുണ്ട് അല്ലേ. പള്ളിയിൽ ശരിക്കും മറ്റുള്ള പരസ്പരം വഴക്ക് കൂടണു, മറ്റു ജാതികളെയും മതങ്ങളെയൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് ആ പള്ളിയിൽ കൃത്യമായിട്ട് പോവുകയും അവരുടെ കുർബാനകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയും സന്ധ്യ നേരത്ത് എത്ര വഴക്കിടുന്നവരായാലും മദ്യപിക്കണവരായാലും കൂടി ശരി, സന്ധ്യയ്ക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർ അവിടെ വന്ന് അവരുടെ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാതെ കണ്ട് അവർ ഉറങ്ങില്ല. രാത്രി ആയാലും അത് അവരുടെ കർമ്മങ്ങൾ ചെയ്യാണ്ട്. അതുപോലെ മുസ്ലിംസ് ആയാലും ഏത് ജാതിക്കാരായാലും അത് ചെയ്യാറുണ്ട്. പക്ഷേ ഇവരെയൊക്കെ നമ്മൾ കളിയാക്കി, അവർ പാടുന്ന നാമം ചെല്ലണതും ഒക്കെ കളിയാക്കി നമ്മൾ ഇതൊന്നും ഇല്ലാതെ കണ്ട് അല്ലേ നമ്മൾ നടക്കണം.
ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല ഒരു നമ്മളുടെ ഈശ്വരന്മാരെ പറ്റിയിട്ട് കളിയാക്കിയിട്ട്. എന്തിനാ ഈശ്വരന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിക്കണ്ണനെ പറ്റിയിട്ട് എന്തെല്ലാം പറയണു. ആള് ആ കൃഷ്ണൻ്റെ സ്വഭാവം ചീത്തയാണെന്നും പറഞ്ഞ് നടക്കണതും അതിനെ പറ്റിയിട്ട് വിമർശിക്കണതും മുഴുവനും ഈ ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കണവർ തന്നെയാണ്. മറ്റുള്ളവരാരും പറയണ കേട്ടിട്ടില്ല. കാരണം അവർക്ക് അങ്ങനെ നിഷേധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ വിശ്വസിക്കണ ആ ഈശ്വരനിൽ തന്നെയാണ് നമ്മളുടേന്ന് അവർക്ക് ഉറപ്പുണ്ട്. അവരതിൽ ആ ചൈതന്യത്തിൽ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളും എന്നുള്ളത് കൊണ്ട് അവരതിനെ വിമർശിക്കാൻ നിൽക്കില്ല. നമുക്ക് തന്നെ ബോധ്യമില്ല. നമുക്ക് ഈശ്വരൻ എന്നുണ്ടെങ്കിൽ ഒരാൾ എവിടെയോ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഇരുന്ന് നമ്മളെ രക്ഷിക്കട്ടെ എന്നുള്ളൊരു ഭാവമാണ് നമുക്ക് ഭഗവാനിൽ ഉറപ്പില്ല, ആ പ്രേമമില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വരണത് ഒരു സഹായത്തിന് വരണത് ഒരു ക്രിസ്ത്യാനി കുട്ടിയാണ്. എൻ്റെ കൂട്ടുകാരിയാണ്. കുട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല, അവർക്ക് മക്കളും മക്കളുടെ മക്കളായിരുന്നാലും അവർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കരഞ്ഞു. അപ്പോൾ ഞാൻ എന്തിനാ കരയണേ? സന്തോഷം കൊണ്ട് കരയുക. എന്താ വെച്ചാൽ പള്ളിയിലൊന്നും പോകാൻ പറ്റില്ലല്ലോ ചേച്ചി. ഇപ്പോൾ എന്നിട്ട് ഇന്നലെ അവർ അമ്പ് പെരുന്നാളായിരുന്നു. അപ്പോൾ തലേന്ന് ആ പുണ്യാളനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോ ഗൃഹങ്ങളിലും കൊണ്ടുവയ്ക്കും. അപ്പോൾ ആ പുണ്യാളനെ അങ്ങോട്ട് കണ്ടപ്പോൾ സങ്കടം സഹിക്കുക, സന്തോഷമൊക്കെ സഹിക്കാൻ വയ്യാണ്ട് എത്ര കാലമായി എന്നുള്ള ആ ഭാവത്തിൽ. അപ്പം എത്ര ഒരു ഇഷ്ടം അവർക്ക് എന്നറിയോ. അങ്ങോട്ട് കരഞ്ഞ് സഹിക്കാൻ പറ്റാണ്ട് കരയുക. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് അത് പറയുമ്പോഴും കരഞ്ഞും കൊണ്ട് തന്നെയാണ്, സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ്. ഇത്രയും ദിവസം കാണാൻ പറ്റിയില്ല വെച്ചാലും ഇപ്പോൾ ഈ പെരുന്നാൾ ഇങ്ങനെയുള്ള സമയത്ത് വന്നത് എനിക്ക് നല്ല സന്തോഷമായി. കാരണം അസുഖങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ വന്ന് ഓരോ വീട്ടിലും വന്ന് ഇങ്ങനെ ഒന്ന് ഇരുത്തി അങ്ങനെ കൊണ്ടുപോവുകയുള്ളൂ അത്ര. അപ്പോൾ ഇത് കാരണം കൊണ്ട് വേറെ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓരോ ഗൃഹത്തിലും കുറച്ചധികം നേരം ആ പുണ്യാളൻ്റെ ആ പൊൻകുരിശോ എന്താണ് അതുകൊണ്ട് അവിടെ വയ്ക്കും. അപ്പോൾ കുറച്ചധികം നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചു. തൊട്ടടുത്ത് കാണാൻ പറ്റി. അവരെന്തൊരു ആനന്ദത്തിലാണ് അത് പറയണേന്നറിയോ. എത്ര ഒരു ആനന്ദത്തിലാണ് പറയണേ. എന്തൊരു ഭക്തിഭാവമാണ്. അതാണ് വേണ്ടത്. ആ ഒരു ഭക്തിഭാവം ഉള്ളിലുണ്ടാവുക വേണ്ടത്. എന്തു വന്നാലും അവരവരുടെ കുട്ടികളെ ആ വഴി കൂടെ അല്ലാതെ കണ്ട് വേറെ വഴി വിട്ട് നടക്കാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെയാണ്. എങ്ങനെ നടക്കണ കുട്ടികളായാലും അവർ വന്നു കഴിഞ്ഞാൽ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാണ്ട് അവർ സമ്മതിക്കില്ല എപ്പോഴായാലും. നമ്മളാണ് അതൊക്കെ വിട്ട് കളഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കുറേ കുറ്റങ്ങളെല്ലാവരെയും പറഞ്ഞു. പിന്നെ മഹാത്മാക്കളായ പലരും നമ്മളെ ഉപദേശിക്കാനും നമുക്ക് പറഞ്ഞു തരാനൊക്കെ വന്നപ്പോൾ അവരൊക്കെ ആൾദൈവങ്ങളാണ്, അങ്ങനെയാണ്. നമുക്ക് അവരെ ഒരു ദ്രോഹവും ചെയ്യണില്ല എന്നുള്ളതല്ലേ. അവർ പറയണ നല്ല കാര്യങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് എന്താ. ഏതൊരാളായിക്കോട്ടെ, വഴിക്കൂടെ കള്ളു കുടിച്ച് പോണ ഒരാളായിക്കോട്ടെ, അയാൾ കള്ളു കുടിച്ചിങ്ങനെ പോകുമ്പോൾ പറയണത് ഒരു നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാൻ എന്താ നമുക്ക് കുഴപ്പം. ആൾ കള്ളു കുടിക്കാനായിട്ട് നമ്മൾ അയാൾ പറയണ വാക്ക് സ്വീകരിച്ചു വെച്ചാൽ നമ്മൾ കള്ളു കുടിക്കണമെന്നൊന്നുമില്ല. നല്ലത് ആര് പറഞ്ഞാലും അതിനെ സ്വീകരിക്കാം. ഞാൻ എൻ്റെ മകൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ അടുത്ത് ഭാഗവതമൊക്കെ ഇങ്ങനെ മൂലം ഭാഗവതമൊന്നും എനിക്കറിയില്ല. എനിക്കറിയണത് കിളിപ്പാട്ട് ഭാഗവതം. അപ്പോൾ അത് എടുത്ത് ഇങ്ങനെ നോക്കും. അങ്ങനെ വായിക്കാനൊന്നും നിശ്ചയമില്ല, എന്നാലും അതൊക്കെ. അപ്പോൾ അവിടെ അടുത്ത അമ്പലത്തിൽ ഈ കിളിപ്പാട്ട് ഭാഗവതം പഠിപ്പിക്കാനായിട്ട് മാഷ് വന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപാലൻ മാസ്റ്റർ, ആഴ്ചവട്ടം ഗോപാലൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയും. അപ്പോൾ മാഷ് വന്ന സമയത്ത് ഞാനത് കേൾക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് വായിക്കുക എങ്ങനെയാണെന്നൊക്കെ പഠിക്കാൻ, മലയാളമാണെങ്കിലും അത് വായിക്കാൻ പഠിക്കണമല്ലോ, അതിനു വേണ്ടി പോയിരുന്ന സമയത്ത് എൻ്റെ ചെറിയ മകൻ ചെറുതാണ്. അപ്പോൾ അയാൾ ഒന്നിലാണ് പഠിക്കണേന്ന് തോന്നുന്നു ആ സമയത്ത്. അപ്പോൾ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറുമ്പ് കൂടുതലാണല്ലോ കുട്ടികൾക്ക്. പുസ്തകം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് മറിഞ്ഞ് ഈ പുസ്തകം കൊണ്ട് പിന്നാലെ ഓടി നടന്നിട്ട് വേണം പഠിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും അതിൻ്റെ കൂടെ ചെയ്യണം. അപ്പോൾ ഒരു ദിവസം എനിക്ക് ദേഷ്യം വന്നപ്പോൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കണ കാര്യത്തിൽ കുട്ടികളുടെ ഒരു സ്വഭാവം പോലെയാണല്ലോ. പഠിക്കണത് എന്താ, അതെന്തിനാണെന്നൊന്നും അറിയാൻ ഒരു വയസ്സല്ലേ, ഒരു 1ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ. അതൊന്നും അവർക്ക് നിശ്ചയമായി തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നുമില്ല വെച്ചാൽ നല്ല വൃത്തിയും വെടുപ്പുമാണ്. ഈ പുസ്തകമൊക്കെ ഇങ്ങനെ അടക്കി വയ്ക്കും. അത് ടൈം ടേബിളൊക്കെ അടക്കി വെക്കണേണ്ട നമുക്ക് കൊതിയാവും, അതുപോലെ അടക്കി വയ്ക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് ഈ പുസ്തകം അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ചെയ്ത കാര്യമാണ്.
അപ്പോൾ എടുത്ത വാക്കിന് എല്ലാ ദേഷ്യവും കൂടി വന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ കുട്ടികളാണ്, അവർ കേട്ട് ശീലമുള്ള വിളിയാണ് കേട്ടോ. കാരണം നമ്മളെ കാരണന്മാരൊക്കെ ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ എടി പൊടി എന്നൊക്കെ വിളിക്കണവർ കേൾക്കുന്നുണ്ടല്ലോ. എടി ഭാഗവത സരസ്വതി ദേവിയല്ലേ പുസ്തകം, സരസ്വതി ദേവിയെ വീക്കാൻ വലിച്ചെറിയണം എന്നാണോ ഭാഗവതം പഠിപ്പിച്ചതെന്ന് 6 വയസ്സുള്ള ആ കുഞ്ഞെന്നോട് ചോദിച്ചു. ശരിക്കും മനസ്സുകൊണ്ട് ഞാൻ അവനെ നമസ്കരിച്ചു. കാരണം എന്താ വെച്ചാൽ അവൻ പറഞ്ഞത് സത്യമാണ്. ഭാഗവതം അത് സത്യമല്ലേ. അത് ഞാൻ എപ്പോഴും ആലോചിക്കും ആ ഒരു കാര്യം. എന്തെങ്കിലും ആ സരസ്വതി ദേവിയെ ശരിക്കും സരസ്വതിയാണ് പുസ്തകം, ആ സരസ്വതി പൂജയാണ് ആ പഠിക്കൽ. അതൊക്കെ പിന്നീട് വന്നപ്പോൾ ഞാൻ വിചാരിക്കും എത്ര വലിയൊരു കാര്യം ആ കുട്ടി പറഞ്ഞു തന്നത്. അല്ലെ, കൊച്ചു കുട്ടിയായാലും. അപ്പോൾ ആര് പറഞ്ഞാലും അത് നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ അത് സ്വീകരിക്കാത്തേ കണ്ട് അവരൊക്കെ ആൾദൈവങ്ങളായി അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതിൽ 2 നിലയ്ക്കുള്ളവരുണ്ട്, ഇല്ല എന്നല്ല പറയണേ. എന്നാലും നമുക്ക് അങ്ങനെ എങ്ങനെയുള്ളവരായിക്കോട്ടെ, നമ്മൾ പറയണ കാര്യം നല്ലതാണെങ്കിൽ അതിനെ സ്വീകരിക്കാം, അതിന് വിരോധമൊന്നുമില്ല. അത് സ്വീകരിക്കാതെ കണ്ട് നമ്മൾ അവരൊക്കെ കുറ്റവും വഴക്കമൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ നടക്കണു. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പലതും. ഈശ്വരനെ വന്ദിച്ചില്ലെങ്കിൽ ഈശ്വരനിന്ദ, ഭക്തനിന്ദ, ഇതൊക്കെ വലിയ ചുതിയാണ്. ധർമ്മത്തിന് ചുതി വരുന്നതാണ് ഇത് മുഴുവനും. അപ്പോൾ ഇതൊന്നും നമ്മൾ വന്ദിച്ചില്ല വെച്ചാൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നാമം ജപിച്ചില്ല, നിരീശ്വരവാദിയായിട്ട് നടക്കണോ, അയാൾ നാമം ജപിക്കില്ല, ഈശ്വരനെ പൂജിക്കില്ല എന്നുള്ള, വേറെ ഒന്നുമില്ല. ആര് പൂജിച്ചാലും കൊള്ളാൻ പൂജിച്ചു, എനിക്ക് വലിയ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നടക്കണ ഒരാളായ ഒരു തെറ്റും വരാൻ പോണില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ മോളെന്നോട് ചോദിച്ചു, ഏതോ ഒരു സ്ഥലത്തുള്ളവർക്ക് ഈശ്വരൻ എന്താ, കാര്യങ്ങൾ എന്താ, നാമജപം എന്താ ഒന്നും അറിയാണ്ട് താമസിക്കണവരുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളും നടന്നു പോണില്ലേ, അവരും ജീവിച്ചു പോണില്ലേ, അപ്പോൾ അവരും നാമം ജപിക്കണില്ലല്ലോ അമ്മേ, പിന്നെന്താ നമ്മൾ നാമം ജപിക്കണം എന്തിനാ, അപ്പോൾ നാമം ജപിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഒരു കുഴപ്പമില്ല, അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ട് അവരത് ചെയ്യുന്നത്. നമുക്ക് അറിഞ്ഞിരുന്നിട്ട് ഇതാണ് എന്ന് അറിഞ്ഞിട്ട് നമ്മളതിനെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ, വന്ദിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അവർക്ക് അറിയാത്തത് കൊണ്ടാണ് വന്ദിക്കാത്തത്. നമ്മൾ അറിഞ്ഞിട്ട് നിന്ദിക്കുക എന്ന് വെച്ചാൽ അത് ദോഷമല്ലേ. അപ്പം അതാണ് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയില്ല വെച്ചാൽ കുഴപ്പമില്ല. ഇത് അറിവുണ്ട്, അറിയായില്ല, എന്നാലും പിന്നെ അതിനെ സ്വീകരിക്കാനൊരു മടിയാണ്. കാരണം അതിനേക്കാളും സുഖമാണ് മറ്റുള്ളതെന്ന് തോന്നിപ്പിക്കണം മായ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കത് പറ്റേണ്ടത്. അപ്പോൾ ഈ മായയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തന്നെ ഇതുപോലെ നാമജപങ്ങളും സത്സംഗങ്ങളൊക്കെ ഉറക്കെ അത് വേണം. അപ്പോൾ അതാണ് ഇതെല്ലാം. എങ്ങനെയാ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറയാണ് നമ്മളിപ്പോൾ കുത്തി അളക്കണത്. ആ ധർമ്മം, സനാതന ധർമ്മമാണ് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ. ഈ ധർമ്മം എങ്ങനെയാണ്? ഋഷീശ്വരന്മാരും മഹായോഗീശ്വരന്മാരും തപസ്സുകൊണ്ട് പരമപ്രേമത്താൽ ആ സ്വയം പ്രകാശിതമായിട്ടുള്ള ആ ഭഗവത് ചൈതന്യം കൊണ്ടാണ് ഈ അടിത്തറ ഉറപ്പിച്ചിരിക്കുന്നത്. അവർ തപസ് ചെയ്ത് അവരുടെ തപസ് കൊണ്ട് പ്രകാശിതമായിട്ടുള്ള ഭഗവത് ചൈതന്യം കൊണ്ടാണ് ഈ സനാതനധർമ്മത്തിൻ്റെ അടിത്തറ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കോട്ടം പറ്റാണ്ട് സംരക്ഷിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഈ മഹാപുരുഷന്മാരും ഭക്തന്മാരൊക്കെ നമുക്കിടയിലേക്ക് വന്ന് ഓരോന്നൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആ സൃഷ്ടിയുടെ ഭാവത്തിലാണ് വൈഷ്ണവ ഭാവം, സൃഷ്ടിയെ ആയിട്ട് വിഷ്ണുഭാവത്തിലും സംഹാരം ആയിട്ട് ആ ശൈവഭാവത്തിലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ധർമ്മത്തെ പരിപാലിക്കാൻ ആ സൃഷ്ടിയുടെ ഭാവത്തിൽ ധർമ്മത്തിന് എതിരായിട്ടുള്ളതിനെ നശിപ്പിക്കുകയും വേണം. അപ്പോൾ ആ ശൈവഭാവം വൈഷ്ണവഭാവവും കൂടിയിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് ഇവിടെ ആ ശാസ്താവായിട്ട് വരികയാണ്. ആ ധർമ്മത്തെ പരിപാലിക്കാനായിട്ട് ധർമ്മശാസ്താവായിട്ട് അവതരിക്കുകയാണ്. ഇത് 6ാമത്തെ മന്വന്തരത്തിലാണ് ധർമ്മശാസ്താവ് അവതരിച്ചത്. പാലാഴി മഥനത്തിൽ നിന്ന് അമൃത് ലഭിച്ച കഥയൊക്കെ നമ്മളത് പറഞ്ഞുല്ലോ. അപ്പോൾ എന്താ ഉണ്ടായി? ആ മോഹിനി രൂപം കണ്ടിട്ട് ഭഗവാൻ ചെന്നിട്ട് അവിടെ ചെന്ന് ഭ്രമിച്ചു തൊട്ട് കഴിഞ്ഞപ്പോൾ അതില്ലാണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. ഈ മായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിക്കണത്. വാസ്തവത്തിൽ അവിടെ അങ്ങനെ സ്ത്രീ ആയിട്ടല്ല, അത് ഭഗവാൻ തന്നെയായിരുന്നു, ശ്രീമൻ നാരായണൻ തന്നെയായിരുന്നു. പക്ഷെ തോന്നുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ മായയെ എന്ത് ചെയ്തു? ഭഗവാനായ ആ ഭക്തിയുള്ളവർ ചെന്നിട്ട് അവിടെ ചെന്ന് ആ മായയെ തൊട്ടപ്പോൾ ആ മായ ഇല്ലാതെ കണ്ടായി. സാക്ഷാൽ ആ ഭഗവാൻ ശ്രീമൻ നാരായണൻ തന്നെയാണ് അവിടെ പ്രകടമായത്. അത് പറയണ്ടല്ലോ, വൈഷ്ണവാനാം യഥാ ശംഭു എന്ന് പറയണ്ടേ. ആ മഹാദേവന് പ്രഥമ സ്ഥാനമാണ്. ആ എപ്പോഴും എന്താ, ഹസ്തേ ക്ഷമാലം, കയ്യിൽ ആ ക്ഷമാലയുണ്ട്, ജപമാല, ശ്രീകൃഷ്ണതത്വം. ആ ശ്രീകൃഷ്ണതത്വമാണ് ജിത്വം.
ഹസ്തേ അക്ഷമാലം ശ്രീകൃഷ്ണതത്വം ജിഹ്വേ വിഭാഗേ വരകൃഷ്ണമന്ത്രം. ആ ശ്രീകൃഷ്ണതത്വത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് നാവിന്മേലെ കൃഷ്ണമന്ത്രം ജപിച്ചുകൊണ്ട് നമോസ്തുതേ കേശവപാദതീർത്ഥം, ആ കേശവപാദതീർത്ഥത്തിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ ശിവം മഹാഭാഗവതം നമാമി. ഹസ്തേ ക്ഷമാലം ശ്രീകൃഷ്ണതത്വം ജിഹ്വാവിഭാഗേ വരകൃഷ്ണമന്ത്രം നമോസ്തുതേ കേശവതീർത്ഥപാദം ശിവം മഹാഭാഗവതം നമാമി. അങ്ങനെയുള്ള ആ മഹാദേവനിൽ നിന്നുള്ള ശൈവഭാവവും ആ വൈഷ്ണവഭാവം ചേർന്നിട്ടാണ് സദാ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് ആ വിഷ്ണുമായയെ ചെന്ന് സ്പർശിച്ച മാത്രയിൽ ആ മായ അപ്രത്യക്ഷമായിട്ട് ആ വൈഷ്ണവ ചൈതന്യം തന്നെ അവിടെ പ്രകടമായി എന്ന് നമ്മൾ കണ്ടു. ആ ഭക്തിയിൽ നിന്നാണ് ആ ധർമ്മം ഉണരണത് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഭഗവാനിൽ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ധർമ്മബോധം പൂർണ്ണമായിട്ടും നമ്മുടെ ഉള്ളിൽ അനുഷ്ഠിക്കാൻ അത് ഉണരുള്ളൂ. അത് ഉണർന്നുക മാത്രം പോരാ, അത് അനുഷ്ഠിക്കണം. നമുക്ക് ഒരാളെ ഉപദേശിക്കാൻ വലിയതാണ്. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിൽ ഉപദേശിക്കണം. അങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്തൊരു നല്ല ഉപദേശധാരണ. പക്ഷേ അത് അനുഷ്ഠിച്ച് കാണിച്ചിട്ട് ഇതുപോലെ വേണം എന്ന് പറയണമെങ്കിൽ അതിന് വലിയ പാടാണ്. അനുഷ്ഠിക്കാനാണ് പാട്. ഉപദേശിക്കാൻ നല്ല സുഖമാണ്. എങ്ങനെ വേണമെങ്കിൽ ആരെ ഉപദേശിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അത് അവനവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ച് കാണിക്കണം. ഈശ്വരനോടുള്ള പരമപ്രേമത്തെ അവനവൻ്റെ ഗൃഹത്തിൽ അവനവൻ അനുഷ്ഠിച്ച് കാണിക്കുകയാണ് വേണ്ടത്. ആ മഹാദേവനിൽ നിന്ന് ആ ശ്രീകൃഷ്ണനിലേക്ക് പ്രവേശിച്ച ആ പ്രേമഭക്തിയുടെ മൂർത്തിരൂപമാണ് ശ്രീധർമ്മശാസ്താവ്. ഈ ശ്രീധർമ്മശാസ്താവിനോടാണ് ഭൂമിയിലുള്ള ഭക്തന്മാർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പൂർണ്ണാപുഷ്കല എന്നുള്ള ഭാര്യമാരോട് കൂടിയിട്ട് ഗൃഹസ്ഥാശ്രമിയായിട്ട് വസിക്കൂ, ഞാൻ സ്മരിക്കുമ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞ് അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് നിന്ന് ഹരിഹരന്മാർ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചത്. അതൊക്കെ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചതാണ്. അപ്പോൾ ഈ ഭഗവാന്റെ ശ്രീമണി അയ്യപ്പസ്വാമിയുടെ ജന്മത്തിന് മുമ്പേ തന്നെ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുമ്പേ തന്നെ ധർമ്മശാസ്താവ് നമ്മളെ പരിപാലിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ 7ാമത്തെ മഞ്ഞന്തരത്തിൽ ഈ കലിയുഗത്തിൽ ധർമ്മങ്ങൾക്കൊക്കെ ചുതിവരണം സംഭവിച്ചപ്പോൾ ആ ഭക്തന്മാരെല്ലാവരും കൂടിയിട്ട് കൂട്ടത്തോടു കൂടി ചെന്ന് നാമസങ്കീർത്തനങ്ങളോടുകൂടി സ്തുതിച്ചു. ഭഗവാനെ സ്തുതിച്ചപ്പോൾ ആ ശാശ്വതമായി നിലനിൽക്കേണ്ട ധർമ്മത്തിന് വേണ്ടിയിട്ട് ആ സൃഷ്ടി സംഹാര ശക്തികളുടെ ചൈതന്യമായിട്ട് വന്നു ചേർന്ന ധർമ്മശാസ്താവ് തന്നെ വീണ്ടും അംശാവതാരമായിട്ട് പന്തളത്ത് രാജാവിൻ്റെ മുമ്പിൽ ശിശുവായിട്ട് പ്രകടമാവുക ചെയ്തത്. കലിയുഗ വരദനായിട്ട് ധർമ്മത്തെ രക്ഷിക്കൂ എന്നാണ് അച്ഛനമ്മമാർ അരുളി ചെയ്ത് അനുഗ്രഹം കൊടുത്ത് പറഞ്ഞയച്ചത്. കാരണം നമ്മളെ ഭരിക്കുന്നവർ ധർമ്മിഷ്ഠരല്ലാച്ചാൽ അത് രാജ്യത്തിനെ ബാധിക്കും, അത് അപകടത്തിലേക്ക് നയിക്കുക ചെയ്യുക. ഭരിക്കുന്നവർക്ക് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഭരിക്കാൻ. ധർമ്മത്തിന് ചുതി വന്നു കഴിഞ്ഞാൽ അത് ആ രാജ്യത്തിനെ മുഴുവൻ നാശത്തിന് കാരണമായിട്ട് തീരും. അതുകൊണ്ടാണ് രാജാവിൻ്റെ മകനായിട്ട് മണികണ്ഠൻ വരാനായിട്ട് കാരണം. അതുപോലെ ബ്രഹ്മചാരിയായിട്ട് എന്ന് പറഞ്ഞു. നമ്മൾ പറയുന്ന ഒരു ബ്രഹ്മചാരി വെച്ചാൽ വിവാഹം കഴിക്കാത്ത ആളല്ല ബ്രഹ്മചാരി. ആ ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്ന ആളാണ് ബ്രഹ്മചാരി. അപ്പോൾ ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ ആശ്രയിച്ചാൽ അദ്ദേഹം കൂടെ കൂട്ടുമ്പോൾ നമ്മളും വെങ്കടാണ്. ബ്രഹ്മത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളെ ഈശ്വരനിലേക്ക് നയിക്കുക ചെയ്യണത്. ആ ശബരിമലയിൽ ചെന്ന് കഴിഞ്ഞാൽ വഴിപാടുകൾക്കോ പൂജകൾക്കോ ദർശനത്തിനോ ഒന്നുമല്ല പ്രധാനം. അവിടെ ധർമാചരണത്തിന് തന്നെയാണ് പ്രധാനം. അതുകൊണ്ടാണ് 41 ദിവസത്തെ ധർമാചരണം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ശരീരത്തിനേക്കാളും ആ ധർമാചരണം പറയണത്. പിന്നത്തെ ഇതെന്താ? ശരണം വിളികൾക്കാണ്. ശരണം വിളിക്കുക, ഉറക്ക നാമം ജപിക്കുക. അതിനാണ് അയ്യപ്പസ്വാമി. അതിന് പ്രധാനം തന്നെയാണ്, ഏറ്റവും പ്രധാനം അതിനാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തായിട്ട്. കാരണം ആ ശരണം വിളികളുടെ നടുവിലിരുന്നിട്ട് ആ ധർമ്മശാസ്താവ് അവിടെ തപസ്സനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ഈ ശരണം വിളിക്കുന്ന ഭക്തന്മാരുടെ നടുവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ചൈതന്യത്തിന് ആ ശക്തി കൂടി വരിക ചെയ്യുക. അപ്പോൾ നമ്മളുടെ ധർമ്മത്തിന് ഒരിക്കലും ചുതി സംഭവിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഉറക്ക ശരണം വിളിക്കൂ എന്ന് പറയണത്. ആ അതികഠിനമായ തപസ്സിലാണ്
അതുകൊണ്ട് തന്നെ 41 ദിവസത്തെ കഠിന വ്രതം തന്നെ എടുത്തിട്ട് മല ചവിട്ടണം എന്ന് പറയണത്. ആ കഠിന വ്രതം അവിടെ അയ്യപ്പൻ അനുഷ്ഠിക്കുമ്പോൾ മാലയിട്ട് കഴിയുമ്പോൾ ഈ മാലയിട്ടവരെല്ലാം സ്വയം അയ്യപ്പനായിട്ട് തത്വമസിയായിട്ട് ആ അയ്യപ്പനായിട്ട് തീരുകയാണ് ചെയ്യണത്. അപ്പോൾ അതേ വ്രതാനുഷ്ഠാനം നമ്മളും പരിപാലിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ആ ശരീരത്തിൻ്റെ സുഖങ്ങളും മറ്റുള്ളതൊക്കെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും മാറ്റി നിർത്തിയിട്ട് എല്ലാം വിട്ട് പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ചു ചേരണം എന്നുള്ളത്. മാലയിട്ട് കഴിഞ്ഞാൽ പാദരക്ഷകൾ ഉപയോഗിക്കരുത്, കിടക്കയിൽ കിടക്കരുത്, അങ്ങനെ ശാരീരിക സുഖങ്ങൾക്ക് പ്രാധാന്യം നൽകണം, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞത് ശരീരമല്ല, അതിൻ്റെ ഉള്ളിലിരിക്കണ ആത്മാവായിട്ടുള്ളിൽ എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ആ ചൈതന്യമാണ് എന്നുള്ളത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശരീരബോധം വെടിഞ്ഞ് ഉറക്കെ ശരണം വിളിച്ചാൽ സാത്വികമായ ആഹാരങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് പാകം ചെയ്ത ഉടനെ തന്നെ കഴിക്കണം. അങ്ങനെ കർമ്മത്തിലും ചിന്തയിലും ഒന്നും മാലിന്യം പകരാതെ കണ്ട് സ്വയം ഈശ്വരനാണ് ഞാൻ എന്നുള്ള സങ്കല്പത്തോട് ഞാൻ തന്നെയാണ്, എൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ്, ഈ ശരീരമല്ല ഞാൻ എന്നുള്ള ബോധത്തിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക എല്ലാ അനുഷ്ഠാനങ്ങളും. ഈ അനുഷ്ഠാനങ്ങൾക്കൊടുവിലിതാ ഇരുമുടിക്കെട്ടുകളും കൊണ്ടിട്ടാണ് മല കയറുന്നത്. ജനന മരണങ്ങളിലേക്ക് നയിക്കുന്ന പുണ്യപാപങ്ങളുടെ പ്രതീകമായിട്ടാണ് ഈ ഇരുമുടിക്കെട്ട് തലയിലേറ്റണത്. അയ്യപ്പന് സമർപ്പിച്ചിട്ട് എന്താ ചെയ്യണേ, നമ്മൾ ആ കയ്യിൽ അല്ലേ ഒരു തേങ്ങ ഉടച്ചിട്ട് ആ തേങ്ങ കണ്ണ് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞ് നമ്മളതിൽ നെയ്യ് നിറയ്ക്കണം. ആ വെള്ളമൊക്കെ കളഞ്ഞ് നെയ്യ് നിറയ്ക്കണം. നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ മനോമാലിന്യങ്ങളെയും നീക്കിയിട്ട് അവിടെ പ്രേമത്തിൻ്റെ പ്രേമാണ് ശരിക്കും സ്നേഹപാനം. മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നെയ്യ് വെച്ചാൽ സ്നേഹം എന്നൊരർത്ഥമുണ്ട് ഈ നെയ്യിന്. നമ്മൾക്ക് ആ ഭഗവാനിലെ പരമപ്രേമത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ നെയ്യ്. ആ ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ആ വിഗ്രഹത്തിൽ നമ്മളുടെ പ്രേമത്തിനെയാണ് ആ ഭഗവാൻ സമർപ്പിക്കുന്നത്. ആ പ്രേമം കൊണ്ടാണ് ഭഗവാൻ അവിടെ അഭിഷേകം നടത്തുന്നത്. അപ്പോഴാണ് ആത്മചൈതന്യമായ തത്വമസി നമുക്ക് കൂടുതൽ പ്രകാശിക്കുന്നത്. ഈ സത്യം ബോധിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ശബരിമല ദർശനം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വെറും വിനോദയാത്ര പോലെയായി. ഇപ്പോഴത്തെ മലയ്ക്ക് പോകണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ കൂടുക, പറ്റിയ കൂട്ടുകാരെ ആര് വിളിച്ചാലും ശബരിമലയ്ക്ക് പോകുക, അങ്ങനെയില്ല. പറ്റിയ കൂട്ടുകാർ രസം പറഞ്ഞ് സുഖം പറഞ്ഞ് സന്തോഷമൊക്കെ പങ്കിട്ട് കളിതമാശകളൊക്കെ പറഞ്ഞ് അതിന് വഴിയിലൊക്കെ പോകുമ്പോൾ നാമം ജപിക്കലൊന്നുമല്ല. കുറേ സാധനങ്ങൾ ഓരോരുത്തർ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അനുഭവം ഉള്ളതുകൊണ്ട് പറയാം കേട്ടോ. അതൊക്കെ കുറിക്കാനും വർത്തമാനങ്ങൾ പറയാനും. ഇപ്പോൾ പിന്നെ മൊബൈലിലിപ്പോൾ സുഖമായി. ഈ മൊബൈലിൽ കൂടെ പണ്ട് എന്താ പറയുക വെച്ചാൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലത്തെ ചിന്ത പോലും ഉണ്ടാവില്ല, തിരിഞ്ഞ് നോക്കാൻ പാടില്ല, വരണ വരെ എന്നുള്ളതാണ് പറയുക. അവിടെ നിന്ന് ചിന്തിക്കാനേ പാടില്ല. എപ്പോഴാണോ മാല ഊരണത് അപ്പോഴാണ് ആ ഗൃഹസ്ഥാശ്രമത്തിലേക്ക്. അതുവരെ അയ്യപ്പൻ തന്നെയാണ് ആ ഗൃഹസ്ഥാശ്രമിയായിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതുവരെ ചിന്തിക്കരുത് എന്നാണ് പറയണത്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, മൊബൈലുണ്ട്, അതിലെന്തെല്ലാം തരത്തിൽ TV കണ്ടും സിനിമ കണ്ടും അത് AC വണ്ടിയിലൊക്കെ പോയി സിനിമയൊക്കെ വെച്ച് അടിപൊളിയൊക്കെ ആക്കി. അപ്പോഴും അങ്ങനെയാണ് നമ്മൾ പോണത്. ഇങ്ങനെയാണ് നമ്മൾ പോണത്. പിന്നെ എങ്ങനെയാണ് ധർമ്മത്തിന് ച്യുതി സംഭവിക്കാണ്ടിരിക്കുക? ഈ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ അവിടെ ഈ കലി പുരുഷൻ പലരെയും പറഞ്ഞയക്കും. പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, ഇങ്ങനെ ഓരോ രംഭ തിലോത്തമ അങ്ങനെ ഓരോരുത്തരെ പറഞ്ഞേക്കണമെന്ന്. അങ്ങനെ പലരെയും കലി പറഞ്ഞേക്കും. കാരണം അവരുടെ ബാക്കിയുള്ള ആ ചൈതന്യം കൂടി നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും നമ്മൾ വ്യക്തിപരമായിട്ട് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദോഷം കൊണ്ടാണ്. അപ്പോൾ അതിന് ആരാണോ പക്വമായത് അവരെ കൊണ്ട്, ഇപ്പോൾ മന്ധരെ കൊണ്ടാണല്ലോ വികട സരസ്വതി, എത്രയോ ആൾക്കാരുണ്ട് അവിടെ. അവരുടെ ഒന്നും നാവിൽ വരാണ്ട് എന്തേ മന്ധരയുടെ നാവിൽ വന്നിട്ട് പറയിച്ചേ. എന്നാൽ കൈകേയിക്ക് തന്നെ തോന്നിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ പറയാണ്, സരസ്വതി ദേവി പറയാണ് കൈകേയിയുടെ ഉള്ളിൽ ചെന്നിരുന്നിട്ട് ആ വികട സരസ്വതിയായിട്ട് ചെന്നിരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയോ തോന്നിക്കുകയോ, എന്നിട്ട് അവരുടെ നാവിൽ നിന്ന് ദശരഥ മഹാരാജാവിനോട് പറയിക്കൂ എന്ന് പറഞ്ഞ്. അങ്ങനെ പറ്റില്ല. ഓരോ ജീവൻ്റെയും അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ്. ഈശ്വര ചൈതന്യം ഉള്ളിൽ നിറയണമെങ്കിലും ദുഷ്ടചൈതന്യം ഉള്ളിൽ നിറയണമെങ്കിലും ആ ചില ജീവനിലേക്ക് അത് പ്രകടമാവില്ല.
നല്ല എത്ര നല്ലത് പറഞ്ഞു കൊടുത്താലും ചിലവർക്ക് അത് പ്രകടമാവില്ല. പക്ഷേ ചീത്ത പെട്ടെന്ന് തന്നെ അവർ സ്വീകരിക്കും. ചിലവർക്ക് എത്ര ചീത്തകളെ കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും അവർക്കത് ഇല്ല, അത് വേണ്ട, ഈശ്വര ദൈവമേ എന്ന് നമുക്കൊരു ചിന്തയുണ്ടാവും. അപ്പോൾ അങ്ങനെ എത്തി നിൽക്കണ ഓരോ ജീവനുകളുണ്ട്. ആ ജീവനുകളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കുക. അതിപ്പോൾ ഇതേപോലെ തന്നെയാണ്. അത് നമ്മൾ തമ്മിൽ വഴക്കടിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളുടെ പ്രവൃത്തിക്ക് ദോഷം വന്നതുകൊണ്ടാണ് ഗൃഹനാഥനായിട്ടിരിക്കുന്ന ആൾ ആ ഗൃഹനാഥൻ്റെ വിലയൊക്കെ കളഞ്ഞു കുളിച്ച് തോന്നിയോണം നടന്നു കഴിഞ്ഞാൽ അവിടെ മറ്റു പലരും വന്ന് ആധിപത്യം സ്ഥാപിച്ചത് കൊണ്ട് അവരെ ചീത്ത പറയതല്ലേ ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ നന്നായി കഴിഞ്ഞാൽ എൻ്റെ ഗൃഹത്തിലേക്ക് ഞാൻ ഗൃഹനാഥനായിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വന്ന ദോഷങ്ങൾക്കൊക്കെ അതുകൊണ്ടാണ് നമുക്ക് വന്ന ഈ ദോഷങ്ങളൊക്കെ. ഒരാളെയും അവിടെയും ഇവിടെയും വഴക്ക് പറയേ കുറ്റം പറയേ പരസ്പരം തമ്മിത്തല്ല് കൂടിയൊന്നുമില്ല. ഒന്ന് ഉറക്ക ശരണം വിളിക്കാൻ ഇത്രയും പേര് റോട്ടിലിറങ്ങി നിന്ന് ഉറക്ക ശരണം വിളിച്ചു. അത് കഴിഞ്ഞാൽ എന്നാ ശരണം വിളി അവനവൻ്റെ ഗൃഹത്തിൽ തന്നെ ഈ ശരണം വിളി ഞങ്ങൾ നിർത്തില്ല. ഞങ്ങളുടെ ഓരോരോ ഗൃഹത്തിലും എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ച് എല്ലാവരും കൂടി ഇതുപോലെ ഉറക്ക ശരണം വിളിക്കും എന്ന് ഒരു തീരുമാനം എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ മഹാമാരി നമ്മളെ വന്ന് പിടികൂടില്ല. അത് ഉറപ്പാണ്. ഈ മഹാമാരി നമ്മളെ വന്ന് പിടികൂടില്ല. ഒരാളും അവിടെ വഴക്കിടാനും തമ്മിത്തല്ല് കൂടാനും അല്ല വേണ്ടത്. ഭഗവാനോടുള്ള പ്രേമത്തോടു കൂടിയിട്ട് എത്രയോ പേര് തെരുവിലിരുന്ന് ഉറക്ക ശരണം വിളിച്ചു. ആ ശരണം വിളിച്ച ഓരോരുത്തരും അവരവരുടെ ഗൃഹത്തിൽ ഒരിക്കലും മുടങ്ങാതെ കണ്ടതാ ഈ എന്നാണോ പഴയതുപോലെ ആ അയ്യപ്പ ചൈതന്യം തിരിച്ചു കിട്ടുന്നത് അതുവരെ ഞങ്ങൾ നിർത്താണ്ട് ശരണം വിളിക്കും എന്നെങ്കിലും അങ്ങനെയെങ്കിലും അതല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിളി നിർത്താൻ തോന്നില്ല. എന്നാൽ അങ്ങനെങ്കിലും ഒരു തീരുമാനം എടുക്കാമായിരുന്നു. ഇപ്പോഴും അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. ഇനി വഴക്കിനും വെക്കാം. അപ്പോൾ അയ്യപ്പസ്വാമി എന്നെ വിചാരിച്ചു വഴക്കും വേണ്ട വക്കാണം വേണ്ട, എന്നാൽ ആരും വരണ്ട, എല്ലാവരും അവിടെ ഇരുന്നോളൂ എന്ന് വിചാരിച്ചു. അല്ലേ? അങ്ങനെയല്ലേ? ഇതിൽ ഈ പറയണേൽ ശരിയല്ല എന്നുണ്ടോ? നമ്മൾ തന്നെയാണ് ആ ഒരു വഴക്കിടാൻ കാണിച്ച ആ മനസ്ഥിതി നമ്മളുടെ ഗൃഹത്തിലിരുന്നിട്ട് നമ്മളിതാ ഒരു കാര്യം നമ്മൾ അങ്ങനെയല്ലേ ഇത് കഴിയണവരെ കുട്ടികളൊക്കെ പഠിക്കണ കാലത്ത് ഞാൻ അറിയണ ഒരു മോളുണ്ടായിരുന്നു. ആ മോളെങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പരീക്ഷയ്ക്ക് നന്നായി പഠിക്കും. നന്നായി പഠിച്ചു കഴിഞ്ഞിട്ട് പറയും പരീക്ഷ എളുപ്പമാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പരീക്ഷ നന്നായിട്ട് പഠിച്ചു പോയിട്ട് പറയും പ്രാർത്ഥിക്കുകയാണ്, ഈ പരീക്ഷ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്ര പ്രാവശ്യം സഹസ്രനാമം ചൊല്ലും എന്നുള്ള പരീക്ഷയ്ക്ക് ആ പഠിച്ചതൊക്കെ വേണ്ട പോലെ തോന്നിക്കുക. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് അവൾ 5 പ്രാവശ്യമെന്നോ 6 പ്രാവശ്യമെന്നോ 7 പ്രാവശ്യം എന്നൊക്കെ പറയും. അത് ഭഗവാനുള്ളൊരു സമർപ്പണമാണ്, ആ പ്രേമത്തിൻ്റെ സമർപ്പണം. ഇതല്ലാണ്ട് ഒന്നും കൊടുക്കാനില്ല ഭഗവാന്. അല്ലാണ്ട് കുറേ വഴിപാട് നേരെയല്ല ചെയ്യണേ. അവൾ ചെയ്യണ പ്രവൃത്തി ശരിക്കും ചെയ്ത് പഠിക്കേണ്ടത് വേണ്ട വിധത്തിൽ പഠിച്ച് വേണ്ട വിധത്തിൽ അത് ഇതാവാൻ റാങ്കോട് കൂടിയിട്ട് ആ കുട്ടി പാസ്സായത്. ഇപ്പോഴും എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ആ മോളുടെ കയ്യിൽ ആ സഹസ്രനാമം ചൊല്ലിയാർന്ന ആ വിളക്ക് എനിക്ക് തന്നിട്ടുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെ ഹോസ്റ്റലിലായാലും ശരി ആ വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന് അവൾ സഹസ്രനാമം ജപിക്കാറുണ്ട്. അതാണ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക്. അപ്പോൾ അത് നമുക്ക് മനഃശാന്തി കിട്ടണവരെ നാമം ജപിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ ഈ മഹാമാരിയൊന്നും നമുക്ക് വന്ന് പെടില്ല. ഇപ്പോൾ അതിനും ഇരട്ടി ശക്തിയുള്ളത് വരണു എന്ന് പറയണു. ഇനിയെങ്കിലും അത് വരാതെ കണ്ടിരിക്കാനെങ്കിലും നമുക്ക് എത്ര പറയുമ്പോൾ ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇത് തന്നെ ആവർത്തിച്ച് പറയണതേ, നാമം ജപിക്കൂ എന്ന്. കാരണം എല്ലാം കൈവിട്ടു പോയി എന്ന് തോന്നിയ ഒരു അവസ്ഥയിൽ ഹരേ ഗുരുവായൂരപ്പ 3.25 മണിക്കൂർ കൊണ്ട് ഹരേ കൃഷ്ണ മന്ത്രം നിർത്താണ്ട് 3.25 മണിക്കൂറേ ജപിച്ചുള്ളൂ. അപ്പോൾ മനസ്സിലായി മല പോലെ വന്നത് എലി പോലെ പോയി എന്ന്. ആ ഭഗവാന്റെ നാമത്തിൻ്റെ ഒരു ശക്തിയാണുള്ളത്. അത് നിർത്താതെ കണ്ട് അത് കാര്യം ഇതെന്താവും എങ്ങനെയാവുമെന്നൊന്നും അറിഞ്ഞിട്ടല്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. നാമം ജപിക്കാനേ പറ്റണുള്ളൂ എന്ന് ഉറപ്പായി ഇപ്പം നാമം ജപിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ജപിച്ച് ശരിക്കും അതെ 3 മണി തൊട്ടിട്ട് 6:15 വരെ. അതാണ് ഇത്ര ഉറപ്പിച്ച് ഞാൻ സമയം പറയുന്നത്. അങ്ങനെ അത് എങ്ങനെയോ യാദൃശ്ചികമായിട്ട് അല്ല, ആ 3 മണിയുടെ സമയം 6 മണിയുടെ സമയത്തിനും ഒരു നിമിത്തമുണ്ട്. അതുകൊണ്ടാണ് ആ സമയവും ഓർമ്മ വന്നത്. ആ സമയം തൊട്ടിട്ട് അങ്ങനെ ഒന്നും ചിന്തിക്കാണ്ട് വേറെ ഒന്നും പറ്റണില്ല.
മനസ്സപ്പോൾ കിടന്ന് വേറെ ഒന്നിലേക്കും മനസ്സ് പോകരുതെന്ന് ചിന്തിച്ചിട്ട് നാമം ജപിക്കുകയുണ്ടായി. അപ്പോൾ പിന്നീട് വന്ന ഓരോന്നും കാണുമ്പോൾ അത്ഭുതത്തോടു കൂടി ഞാനിരുന്നു. ഈശ്വര, ഇതെങ്ങനെ ഭഗവാനെ 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 എന്നിങ്ങനെ സന്തോഷത്തോടും അത്ഭുതത്തോടും കൂടി വിളിക്കുക ചെയ്തത്. അതാണ് നാമജപത്തിൻ്റെ പവർ. ഉറപ്പായിട്ടും അതിൻ്റെ ശക്തി അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ് പറയുന്നത് നാമം ജപിച്ചോളൂ, നാമം ജപിച്ചോളൂ, നാമം ജപിക്കുക വേണ്ടത്, നാമം ജപിക്കുക വേണ്ടതെന്ന്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മളുടെ ഈ സംസ്കാരവും കാര്യങ്ങളും ഇതിപ്പോൾ 9 വയസ്സിന് ശേഷം പോകാൻ പാടില്ല, 50 വയസ്സിന് ശേഷം പോകാൻ പാടില്ല, ഇതെന്തുകൊണ്ടാണ്, എന്തിനാണെന്നൊന്നും അറിയാത്തത് കൊണ്ടാണ്. ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കണവരൊക്കെയാണ് അങ്ങനെ ആവുക. അത് ഈ ചിന്തിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, മായ എന്ന് പറഞ്ഞാൽ കലിയുടെ ദാസിയായിട്ടാണ് അവിടെ. അപ്പോൾ ആ കലിയുടെ പരിചാരികയായിട്ടാണ് മായ. ആ മായ ബാധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നണതും ഓരോരുത്തർക്കും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനും പറയാനൊക്കെയുള്ള അവരെ എന്തെല്ലാം ചീത്തവാക്കുകൾ ഉപയോഗിച്ചിട്ട് വഴക്കും വക്കാണും കാര്യങ്ങളൊക്കെ നല്ല നാമം ചെല്ലണം നാവുകൊണ്ട് തന്നെ വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മുഖപുസ്തകത്തിലെ മാധ്യമത്തിലൂടെ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കണു ഇവരെ ഈ നിലയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്കാരങ്ങളെ നമ്മൾ വിട്ടു കളഞ്ഞത് കൊണ്ടാണ് അവരങ്ങനെയായി തീർന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അമ്മ നമ്മളെ ഇങ്ങനെ നാമം ജപിപ്പിച്ച് നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. നാമം ജപിക്കാനുള്ള ഒരു ഇഷ്ടം എനിക്കില്ല എന്ന് പറയണില്ല, എന്നാലും കുട്ടികൾക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും അവരങ്ങനെ ജപിപ്പിച്ച് അമ്മയ്ക്കും അച്ഛനും സന്തോഷം. പണ്ട് കാലത്തുണ്ടല്ലോ അച്ഛനെയും അമ്മയും സങ്കടപ്പെടുത്താൻ വെച്ചാൽ നമുക്ക് വലിയ സങ്കടം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതുപോലും ഇല്ല. അച്ഛനും അമ്മയും സങ്കടപ്പെട്ടാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, അവർക്ക് ഇഷ്ടമുള്ളതേ അവർ ചെയ്യുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവന്ന് എത്തിച്ചു. അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മാത്രമാണ് അതിന് ഉത്തരവാദികൾ. അവർ വന്നപ്പോൾ ഒന്നും അറിയാത്ത ഒരു മനസ്സിലൊരു കളങ്കം പോലും ഇല്ലാത്ത ആ പിഞ്ചു ശിശുവായിരുന്നു. ആ ഭഗവാൻ തന്നെയായിരുന്നു നമ്മളുടെ കയ്യിൽ വന്നത്. ആ ഭഗവാന്റെ ആ ഈശ്വര ചൈതന്യത്തിൻ്റെ പൈശാചിക ചൈതന്യം നിറച്ചത് നമ്മൾ തന്നെയാണ്. അല്ലാതൊന്നും പറയാൻ പറ്റില്ല. ആരെയും മക്കളെ കുറ്റം പറയാനും പറ്റില്ല, ഭർത്താവിനെ കുറ്റം ഒരാളെയും പറയാൻ പറ്റില്ല. നമ്മുടെ ഓരോരുത്തരും അവനവന് വന്നു ചേർന്നതിൻ്റെ അവനവൻ്റെ പ്രവൃത്തിയുടെ പരിണിത ഫലം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും പറയാൻ പറ്റില്ല. ആ 9 വയസ്സിന് ശേഷം ഓരോ പെൺകുട്ടിയും എപ്പോൾ വേണമെങ്കിലും അവർ ഋതുമതിയാവാം. അതുകൊണ്ടാണ് 9 വയസ്സ് വരെ മാത്രമേ പോകാവൂ എന്ന് പറയണത്. അത് ക്ഷേത്രങ്ങളിൽ എന്താണ് ഈ ഇങ്ങനെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് ലോകജനതയുടെ കലികാല ദോഷങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടാണ് ആ വ്രതനിഷ്ഠരായ അയ്യപ്പന്മാരുടെ ശരണം വിളികളിൽ ഉയരും തോറും അവിടുത്തെ ചൈതന്യത്തിന് ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവിടെ അയ്യപ്പസ്വാമി ഇരിക്കണത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കലിയുടെ കാഠിന്യം കൂടും തോറും അയ്യപ്പൻ്റെ ആ തപസ്സിൻ്റെ കാഠിന്യം വർദ്ധിക്കണം. അത് വർദ്ധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഇതുപോലെയുള്ള അപകടങ്ങൾ നമുക്ക് വന്ന് ഭവിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യവും അയ്യപ്പനും ഒന്നാണ്. അപ്പം നമ്മളിലേക്ക് ആ ചൈതന്യം പകർന്നു കിട്ടണം ഓരോരുത്തർക്കും. അപ്പോഴേ നമുക്ക് നാമം ജപിക്കാനൊക്കെ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ആ വ്രതനിഷ്ഠ കാര്യമായിട്ട് സൂക്ഷിക്കണം എന്ന് പറയണത്. അപ്പോൾ ഈ സ്ത്രീകളുടെ ഇതിനെ പറ്റി പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിലെ ആ ഇന്ദ്രന് ബ്രഹ്മഹത്യാപാപം ഉണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ദ്രൻ എന്താ ഗുരുവിനെ അവഗണിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ പാപം ഉണ്ടായത്. അപ്പോൾ ആ ഗുരുവിനെ, അതായത് ബൃഹസ്പതി ഒരു ദിവസം വില വച്ചില്ല. അപ്പോൾ അദ്ദേഹം മറഞ്ഞുപോയി. പകരം വിശ്വരൂപനെ അവിടെ ഗുരുവായിട്ട് സ്വീകരിച്ചു. ആ ദേവപ്രീതികൾക്ക് വേണ്ടി കർമ്മം ചെയ്യണേനിടയ്ക്ക് വിശ്വരൂപൻ എന്ത് ചെയ്തു, അസുരന്മാർക്ക് വേണ്ടിയിട്ടും ഒരു ഹൈഭാഗം നീക്കി വെച്ചു. ഇത് മനസ്സിലാക്കിയപ്പോൾ ആ ഇന്ദ്രനത് ആ വിശ്വരൂപൻ്റെ 3 തലകളും അറുത്ത് കളഞ്ഞു. 3 തലയാണ് എന്നാണ് പറയണേ. അപ്പോൾ വിശ്വരൂപൻ ബ്രാഹ്മണനായതുകൊണ്ട് ആ ബ്രഹ്മഹത്യാപാപം വന്ന് ചേർന്നു. ആ ഇന്ദ്രൻ എന്ത് ചെയ്തു, ആ പാപത്തിനെ 4ആയിട്ട് പകുത്തിട്ട് ആർക്കെങ്കിലുമൊക്കെ ആ പാപം സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭൂമിക്കും ജലത്തിനും വൃക്ഷത്തിനും സ്ത്രീകൾക്കുമായിട്ട് നൽകി. അങ്ങനെ ആ സ്ത്രീകളിൽ അശുദ്ധി എന്ന് പറയുന്നത് ഇന്ദ്രനിൽ നിന്നും മേടിച്ച ആ ബ്രഹ്മഹത്യാ പാപത്തിൻ്റെ അംശമാണ് എന്നാണ് പറയണത്. അപ്പോൾ ലോകഹിതത്തിനായിട്ട് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ ഈ പാപം ഏറ്റുവാങ്ങിയത് എന്ന് ഉണ്ടെങ്കിലും പാപം തന്നെയാണ്, അതല്ലാണ്ടാവില്ല. അതുകൊണ്ട് ആ പാപം എവിടെയുണ്ടോ അവിടെ മായയും പ്രകടമാകും. അപ്പോൾ ആ സമയത്ത് മായ ബാധിക്കാൻ വളരെ എളുപ്പമാണ്.
ഈ ഋതുമതി അശുദ്ധിയായിരിക്കുന്ന സ്ത്രീകളിൽ. അതുകൊണ്ടാണ് മൗനമായിട്ട് അവരോട് നാമം ജപിക്കാൻ ഏത് സമയത്തും ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും എന്ന് പറയേണ്ട ഏതാൾക്കും നാമം ജപിക്കാൻ നാവ് മാത്രം മതി നാമം ജപിക്കാൻ. നാമജപം മുടക്കരുത്. ചിലവർ പറയും അങ്ങനെയായിരിക്കുമ്പോൾ നാമം ജപിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. നാമം ജപിക്കാം. എന്നോട് ഒരിക്കൽ കോഴിക്കോട് വെച്ചിട്ട് അവിടെ ഏറ്റവും എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന പാലാഞ്ചേരി സുബ്രഹ്മണ്യ നമ്പൂതിരി എന്ന് പറഞ്ഞ ആചാര്യൻ, അദ്ദേഹത്തിനോട് ഞാനിങ്ങനെ എന്താ ഭാഗവതസപ്താഹം കേൾക്കാൻ വരാത്തേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറ്റില്ല, അമ്പലത്തിൽ അവിടെ വരാൻ പറ്റില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പറഞ്ഞു അതിന് വിരോധമൊന്നുമില്ല, അമ്പലത്തിൻ്റെ പുറത്താണ് ഈ വേദി ഒരുക്കിയേക്കണത്. അതിൻ്റെ പുറത്ത് എവിടെയെങ്കിലും കുറച്ച് അകലെ നീക്കിയിട്ട് ഒരു കസാര ഇട്ടിരുന്നത് കേൾക്കാമല്ലോ. ഈ സമയത്ത് ഇത് കേൾക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ഈ നമുക്ക് മറ്റുള്ള കലിദോഷങ്ങൾ ഇല്ലാണ്ടിരിക്കുള്ളൂ എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു. കേൾക്കണോണ്ട് ഒരു വിരോധവും ഇല്ല. ഭഗവാന്റെ കഥകളെ കേൾക്കണോണ്ട് ഭാഗവതം തൊടാനോ പുസ്തകം എടുത്ത് മുന്നിൽ വയ്ക്കാനോ അവിടെ പോയിരിക്കാനോ അല്ല അദ്ദേഹം പറഞ്ഞത്. അത് കേൾക്കണം എന്ന് പറഞ്ഞു. നാമജപം കേൾക്കണം എന്നാണ് പറയണേ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയ്ക്കുണ്ട് പവർ ആ ബ്രഹ്മഹത്യ പാപത്തിന്. അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. കാരണം നമ്മളതിൽ ഇടപെടുമ്പോൾ മായയും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ കർമ്മങ്ങൾ വേണ്ട പോലെ ആവില്ല. അപ്പോൾ ഈ മായ നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് സ്ത്രീകളോട് വരരുത് എന്ന് പറഞ്ഞു. എല്ലാവരിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല മാറ്റിയിരുത്തിയേക്കുന്നത്. സംരക്ഷണമായിട്ടാണ്, ലോക സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഓരോ സ്ത്രീകളും ഈ ബ്രഹ്മഹത്യാപാപം ഏറ്റെടുത്തത്. അതേ ലോകത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരിതാ മാറി നിൽക്കുന്നതും. അപ്പോൾ ഏറ്റവും മഹത്തായ കർമ്മം തന്നെയല്ലേ അവർ ചെയ്യണത്. ഈ സമയത്ത് സദാ ഈശ്വരചിന്തയോടുകൂടി മനസ്സുകൊണ്ട് നാമം ജപിക്കുകയാണ് എന്ന് വേണ്ടത്. പിന്നെ ഈ ഈശ്വര ഒരു വരപ്പ ഈ വക കാര്യങ്ങളെല്ലാം ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോൾ ഗുരുസ്വാമിയായിട്ട് കൊണ്ടുപോകണം. അവർ നമ്മളെ പറഞ്ഞ് ഇത് മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളിച്ചിട്ട് വേണം ഓരോരുത്തരെയും മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ. ആദ്യമായിട്ട് മല ചവിട്ടാൻ വരുമ്പോൾ ശരിക്കും ഒരു സത്സംഗം തന്നെ വേണം. വെറുതെ മാലയിട്ട് കൊടുക്കണേക്കാളും മുമ്പ് അവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു സത്സംഗത്തിലൂടെ എന്തിനാണ് മലയ്ക്ക് പോണത്, എന്തിനാണ് മാല ഇടണത്, എന്തിനാണ് ഈ വ്രതം അനുഷ്ഠിക്കണത് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ മനസ്സിനെ പരിപക്വമാക്കിയിട്ട് വേണം ശരിക്കും പറയുകയാണെങ്കിൽ ഈ മാലയൊക്കെ ഇടാനായിട്ട്. നമ്മൾക്ക് ആദ്യമൊന്നും അത് ആവശ്യം വേണ്ടിയിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്ത? നമ്മളുടെ ഓരോ ഗൃഹങ്ങളിലും അച്ഛനമ്മമാർ ഇതിനെപ്പറ്റി പറയും. നമുക്കത് കേട്ടും കണ്ടും അറിഞ്ഞും നമുക്കതിനെ മനസ്സിലാക്കിയായിരുന്നു. ഇപ്പോൾ ഉള്ളവർക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് പറയണത് അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം എന്നുള്ളത്. അതുപോലെ ഈ സ്ത്രീകൾ ശരിക്കും പറയുകയാണെങ്കിൽ ആരാണോ മേൽശാന്തി, ശബരിമല മേൽശാന്തിയുടെ അതേ സ്ഥാനം തന്നെയാണ് ഈ സ്ത്രീകൾക്ക്. അവർ അവനവൻ്റെ ഗൃഹത്തിലിതാ മകനോ ഭർത്താവോ അച്ഛനോ സഹോദരനോ ആരോ ആയിക്കോട്ടെ ശബരിമലയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയായി. അവരേതാ വേണ്ട വിധത്തിലിതാ ഇപ്പോൾ സ്വന്തം മക്കളാണ്, കൊച്ചുമക്കളാണെങ്കിൽ അത് അവരെ കുളിപ്പിക്കൽ വരെയുണ്ട്. എല്ലാം കർമ്മങ്ങളും അവർ ചെയ്യിച്ച് അവർക്ക് വേണ്ടതുപോലെ എല്ലാം ഒരുക്കി കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് എല്ലാം ചെയ്യണു. ഒരു മേൽശാന്തിയുടെ ഭാവമാണ് ശരിക്കും. ആ ശബരിമല മേൽശാന്തിയുടെ സ്ഥാനമാണ് ഓരോ സ്ത്രീകൾക്കും ലഭിക്കുന്നത്. എത്ര പേര് ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇതൊക്കെ ഉൾക്കൊണ്ട ആർക്കെങ്കിലും ആ ഒരു മഹത്തായ സ്ഥാനമല്ലേ നമുക്ക് തന്നത്. പിന്നെ എന്തിനാ ഇത്രയും ഒരു വലിയ സ്ഥാനം അവിടെ കിട്ടണു എന്ന് ആലോചിച്ചാൽ തന്നെ നമ്മുടെ ഒരു ഭാഗ്യമല്ലേ ഇത്. സ്ത്രീയായിട്ട് ജനിച്ചതല്ലേ അപ്പോൾ ഏറ്റവും ഭാഗ്യം എന്ന് നമ്മൾ വിചാരിക്കുക. അവനവൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ആ മേൽശാന്തിയുടെ സ്ഥാനം കിട്ടുക എത്ര പരമമായ ഒരു ഭാഗ്യമാണ് അത്. അതുകൊണ്ടാണ് ഈ ശരിക്കും നമ്മൾ പറയുന്നത് ഓരോ സ്ത്രീകളെയും ഈ ബോധത്തിലേക്ക്, ഈ ഈശ്വരപ്രേമത്തിലേക്ക് നയിക്കുന്നതിന് സ്വന്തം ഗൃഹത്തിലെ പുരുഷന്മാരേക്കും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അത് പറഞ്ഞ് മനസ്സിലാക്കണം. അച്ഛനും സഹോദരനും എല്ലാവരും ഭർത്താവും എല്ലാം ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളെ മാത്രമല്ല എല്ലാവരെയും. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ നമ്മളുടെ കർമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ കർമ്മത്തിന് ചുതി വരാതെ കണ്ട് നയിച്ചാൽ മാത്രമേ ഈ സനാതന ധർമ്മത്തിൻ്റെ
അത് നശിച്ചു പോവില്ല എന്നുണ്ടെങ്കിലും ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈശ്വരാനുഭവം ഉണ്ടാവണ്ടേ, ഭഗവാനിലേക്ക് എത്തണ്ടേ, ആ ഭഗവാനെ അനുഭവിക്കാൻ പറ്റണ്ടേ. അപ്പോൾ അത് അതിനെന്ത് വേണം? മായ നീങ്ങണം, ആ കലി കൽമഷങ്ങൾ ഇല്ലാണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ അനുഷ്ഠിക്കണം എന്ന് പറയണത്. ശ്രീമദ് ഭാഗവതത്തിലെ ആ ഋഷഭോപദേശത്തിൽ പറയുന്നുണ്ട്, ഗുരുർന്ന സസ്യാദ് ജനന് സ്വജനോന്ന സാസ്യാദ് പിതാന്ന സസ്യാദ് ജനനീന്ന സാസ്യാദ് ദൈവന്ന തൽസ്യാദ് പതിശ്ച സസ്യാദ് നമോജയേത്യാനമുപേതമൃത്യും എന്ന് പറയുന്നുണ്ട്. അതായത് അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് ഇതുപോലെയുള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് ഉയർത്താൻ വേണ്ടിയിട്ട്, ആ ജനന മരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനിലേക്ക് നയിക്കണവരായിരിക്കണം ഗുരു. അല്ലാത്ത ഗുരു അല്ല. അതിനല്ല ഗുരു നയിക്കണമെന്ന് വെച്ചാൽ ഗുരു അല്ല. നമ്മൾ വെറുതെ ഗുരുസ്വാമി എന്ന് പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഈശ്വരനിലേക്ക് നയിക്കണം. ആ ഗുരുവാണ് ഗുരു. അതുപോലെ അച്ഛനായാലും മക്കളെ ഈശ്വരനോട് അടുപ്പിക്കണം. ആ ഈശ്വരചിന്തയിൽ ഈശ്വരനോട് അടുപ്പിക്കുക എന്ന് വെച്ചാൽ വേറെ അല്ല. ശരിക്കും എന്താ ഈശ്വരൻ എന്ന് വെച്ചാൽ ആ പ്രേമഭാവമാണ് ഈശ്വരൻ. അച്ഛനെ സ്നേഹിക്കാനും അമ്മയെ സ്നേഹിക്കാനും കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാനും ബന്ധുക്കളെ സ്നേഹിക്കാനും അയൽപ്പക്കക്കാരെ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവർക്കും വേണ്ടത് അവനവന് കഴിയുന്നത് എന്താണോ അതുപോലെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മനസ്ഥിതി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ മനസ്ഥിതി ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ആ സ്നേഹം ഉള്ളിൽ നിറഞ്ഞാൽ ബാക്കിയൊക്കെ തന്നെ ഉണ്ടായിക്കോളും. ആ അച്ഛനോട് സ്നേഹമുണ്ട് അമ്മയോട് സ്നേഹമുണ്ടെന്ന് വെച്ചാൽ അവരെ എതിർക്കാൻ തോന്നില്ല. അപ്പോൾ അവരെ ആ സ്നേഹമുള്ള ഒരു സന്തോഷിക്കണം കാണാൻ നമുക്ക് നല്ല സന്തോഷമല്ലേ. അപ്പോൾ അതുപോലെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഈശ്വരനെയും സ്നേഹിക്കാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ബന്ധങ്ങളൊക്കെ തന്നേക്കുന്നത്. നമ്മളെ ഈ ബന്ധങ്ങളിലൂടെ സ്നേഹത്തിലൂടെ ഈശ്വരനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും. അതിനെ ഓരോരുത്തരും ഇതൊക്കെയാണ് സാക്ഷാത്കരിക്കേണ്ടത്. ഇന്ന് പറഞ്ഞ് ധാരാളം സമയമായി എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നെന്തായാലും ഇത് നമുക്കിവിടെ സമർപ്പിക്കുന്ന ദിവസമാണല്ലോ. അതുകൊണ്ട് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പറഞ്ഞു. എന്തെങ്കിലും ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളതുണ്ടെങ്കിലോ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും സംസ്ഥാപരാധം പൊറുക്കണം. അതല്ല എന്തെങ്കിലും ഇതിൽ നിന്ന് നല്ലത് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ അയ്യപ്പസ്വാമിയുടെ ആ മഹാദേവൻ്റെ കൃപാകടാക്ഷമാണ്. നാവിൽ വരാനും മനസ്സിൽ തോന്നിക്കാനും ഒക്കെ അവരുടെ കൃപാകടാക്ഷം വേണം. വേണ്ടതുപോലെ പറയാൻ സാധിച്ചിട്ടില്ല എങ്കിലും എന്തെങ്കിലും പറയാനുള്ള സാധിച്ചുല്ലോ. അത് തന്നെ ആ ഭഗവാന്റെ കൃപാകടാക്ഷമാണ്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഭക്തി ഉണ്ടാവട്ടെ. ഇനിയുള്ള കാലത്തെങ്കിലും ഇതൊക്കെ മുൻനിർത്തിയിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇവിടെ ഈ ഉണ്ണിക്കണ്ണനോട് എത്ര പ്രണാമം പറഞ്ഞാലും മതിയാവില്ല. കണ്ണൻ എന്താണെന്നറിയില്ലേ, പലരെയും അവിടേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് ആ ഭഗവാനെയൊക്കെ അവിടെ അനുഭവിച്ചു. ഞങ്ങളുടെ അവിടെ നിന്ന് തന്നെ അറിയണവരൊക്കെ വന്നിട്ട് പറഞ്ഞു എന്തൊരു സുഖമാണ്, കണ്ണൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കണേ ഈ ഉളനാട്. ഒരു തവണയെങ്കിലും പോകണട്ടോ അമ്മേ, ഒരു തവണയെങ്കിലും പോകണട്ടോ. മനസ്സുകൊണ്ട് അവിടെ തന്നെയാണെന്നുണ്ടെങ്കിലും ആ മനസ്സും ശരീരവും അവിടെ എത്തുക എന്ന് വെച്ചാൽ അതിനൊരു പുണ്യമാണല്ലോ. അപ്പോൾ കുറേ കൊതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് അറിയില്ല. അത് ഉണ്ണിക്കണ്ണൻ തന്നെ നിശ്ചയിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് എത്ര പ്രണമിച്ചാലും എനിക്ക് ഉണ്ണിക്കണ്ണനെ പ്രണമിച്ചാൽ മതിയാവില്ല. അതുപോലെ ഇതെല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് അതും ഭാഗ്യമല്ലോ, കേൾക്കാൻ വന്നിരിക്കുക എന്നുള്ളത്. എല്ലാവർക്കും എല്ലാവരുടെയും പാദത്തിൽ ഞാൻ നമസ്കരിക്കുകയാണ്. ഈ പേജിൻ്റെ അവരുടെ ഭഗവാന്റെ നിയോഗമാണെങ്കിലും വേണ്ടില്ല, ഈ ഉളനാട് പേജിലെ ഓരോരുത്തർക്കും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ എല്ലാവരെയും നമസ്കരിക്കുകയാണ്. ഇനിയും സത്സംഗങ്ങൾ ധാരാളം നടക്കട്ടെ. ധാരാളം ആ ഈശ്വര കഥകൾ പറയാൻ ഇവിടെ പലരും വരട്ടെ. എല്ലാവരുടെ ആ വാക്കുകളിലൂടെയും ആ ഭഗവാന്റെ ഭഗവത് പ്രേമം മനസ്സ് നിറഞ്ഞു വരട്ടെ. ആ രാധ നിറക്കണ്ടോ, രാധേ രാധേ നാര ഗീത ഗണേഷ് രാധേശ്യാം കണ്ടോ, രാധേ 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 എന്ന് നിറച്ചെഴുതിയിരിക്കണു. ആ രാധാപ്രേമം എന്ന് പറഞ്ഞപ്പോഴേക്കും രാധ വന്നു.
അതാ പറഞ്ഞ രാധയാകുന്ന പ്രേമം എല്ലാവരുടെ ഉള്ളിലും നിറയട്ടെ. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് നമ്മളുടെ കല്യാണി മേനോൻ അത്താഴപൂജ കഴിഞ്ഞുവല്ലോ എന്നുള്ള പാട്ടും പാടിയിട്ടുണ്ട്. മറ്റേ തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി എന്നുള്ള പാട്ടും പാടി നമ്മളെല്ലാവരെയും ആനന്ദിപ്പിച്ച ആ കുട്ടി വന്നപ്പോൾ രാധാദേവിയുടെ പ്രതീകമായ മയിൽപ്പീലി കൊടുത്തിട്ടുള്ളൊരു കൊച്ചു കഥ പറയേണ്ടായി ഞാൻ. ആ മയിൽപ്പീലിയാണ് രാധ. അപ്പോൾ നമ്മളത് ആ കൊച്ചു കഥയും കൂടി ഇവിടെ ഒന്ന് രാധയെ കണ്ടതുകൊണ്ട് അത് പറയുകയാണ്. ഇപ്പോൾ രാധ നേതി കണ്ടതുകൊണ്ട് ഇവിടെ പറയുകയാണ്. അപ്പോൾ ആ കൊച്ചു കഥയും കൂടി ഒന്ന് വേഗം പറഞ്ഞിട്ട് നമുക്കിവിടെ സമർപ്പിക്കാം. അതെന്താ വെച്ചാൽ ഈ എന്താ കൊടുക്കുക എന്നാലോചിച്ചപ്പോൾ ആദ്യം കണ്ണിൽ പെട്ടത് മയിൽപ്പീലിയാണ്. അതുകൊണ്ട് ഞാൻ മയിൽപ്പീലി ഇവിടെ എടുത്തു വെച്ച് ഭഗവാന് പൂജിച്ച് ആ പുഷ്പങ്ങൾ സമർപ്പിച്ച് ഇവിടെ കാത്തിരിക്കുകയായിരുന്നു കുട്ടികളെ. അവർ കുറച്ച് ദിവസമായി അമ്മയെ കാണാൻ വരണോ, അമ്മൂമ്മയെ കാണാൻ വരണോ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കണു. അപ്പോൾ ഇവിടെ വന്ന് പാട്ടൊക്കെ പാടി തന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ ഇത് എന്താ വെച്ചാൽ രാധ ആരാണ് മയിൽപ്പീലി? എന്താ വെച്ചാൽ മയിൽപ്പീലി രാധ തന്നെയാണ്. ഈ രാധ അത് ഇന്നലെ പറഞ്ഞപ്പോൾ ഇത്തിരി സൗണ്ട് കുറഞ്ഞു എന്ന് തോന്നുന്നു. അതിപ്പോൾ പലരും കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ കേൾക്കാത്തവരൊക്കെ കേട്ടോട്ടെ. ഈ മയിൽപ്പീലി രാധ തന്നെയാണ്. എല്ലാവരും ആ ഗോലോകത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ഭൂമിയിൽ വന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയമേവ പരിപൂർണതമ അവതാരം കൈക്കൊണ്ടപ്പോൾ ആർക്കൊക്കെയാണോ ഈ പരിപൂർണതമ അവതാരത്തിൽ ആ കൃഷ്ണാനുഭവം വേണ്ടത് അവരൊക്കെ വന്നോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ വിളിച്ചു. ഋഷീശ്വരന്മാരും ദേവന്മാരും ഭക്തന്മാരും എല്ലാവരും അവിടെ വന്ന് വണ്ടുകളായും പക്ഷികളായും മൃഗങ്ങളായും പശുക്കളായും മണൽത്തരികളായും ഗോപീഗോപന്മാരായും അങ്ങനെ എല്ലാവരും വന്ന് അവിടെ ഭഗവാന്റെ കൂടെ വന്ന് അവതരിക്കുകയുണ്ടായി അംശം കൊണ്ട്. അപ്പോൾ രാധാദേവിയോട് പറഞ്ഞു ഈ ഒരു അവതാരത്തിൽ മാത്രം കൂടെ കൂട്ടാൻ സാധിക്കില്ല കേട്ടോ, ആദ്യമേ തന്നെ പൊക്കോളൂ. പക്ഷേ നമ്മൾ ഒരുമിച്ചാവില്ല ഉണ്ടാവുക, എപ്പോഴും ഒരുമിച്ചുണ്ടായിന്ന് വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ രാധാദേവിക്ക് ഒരിക്കലും ഭഗവാനെ പിരിയാൻ പറ്റില്ല. അതുകൊണ്ട് രാധാദേവി ഒരു അവതാരമായി അംശം കൊണ്ട് അവതാരം എടുത്തിട്ട് മയിൽപ്പീലിയായി മാറി. എന്നിട്ട് സദാ ഭഗവാന്റെ നെറുകയിൽ ഇരിക്കുകയാണ് അത്രേ ആ മയിൽപ്പീലി ആയിട്ട്, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മയിൽപ്പീലിയായിട്ട് അല്ലേ ആടുന്ന. ഭഗവാനെ കണ്ടിട്ട് ഒരു പാട്ടുണ്ടല്ലോ, ഒന്നല്ല ആ കുട്ടി അതാ പാടിയത്, ഭഗവാനെ കണ്ട് അത് ചോദിക്കണം ഇത് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും, കുറേ ജന്മങ്ങൾ ആസ്വദിക്കണം എന്നൊക്കെ വെച്ച് ഭഗവാന്റെ മുമ്പിലെത്തിയപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റില്ല. കണ്ണാ 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 എന്ന് വിളിച്ചിട്ട് ആ പാദത്തിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് അവിടുന്ന് മുട്ടുകുത്തിക്കൊണ്ട് എണീറ്റിട്ട് ആ ഭഗവാന്റെ നെഞ്ചിലിങ്ങനെ ചാരി നിന്നിട്ട് കൈ ഉയർത്തിയിട്ട് ആ പീലി ഇങ്ങനെ തൊടാൻ നോക്കിയപ്പോൾ ആ പീലിക്കണ്ണ് ആടുന്ന പീലിക്കണ്ണെന്നോട് ചോദിച്ചു ആനന്ദമിങ്ങിനെ വേറെയുണ്ടോ. ആ ആനന്ദം കാരണം ആ കൃഷ്ണൻ്റെ ദർശന ആ കൃഷ്ണനിൽ അലിയണ ആനന്ദം അറിയ രാധയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാധ എന്തൊരാനന്ദമല്ലേ എന്ന് ആ ഭക്തി അറിയണവർക്ക് അതേ പോലെയുള്ള ഭക്തന്മാരെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം രണ്ടുപേരേക്കും ഒരേപോലെ ഇഷ്ടമായിട്ട് അത് ആസ്വദിക്കുക, പരസ്പരം അവർക്ക് അത് ആസ്വദിക്കും പോലെ. ഇപ്പോൾ കഥ പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ സപ്താഹവേദികളിലൊക്കെ ഇരുന്ന് കഥ പറയുമ്പോൾ മഹാത്മാക്കളിരുന്ന് കഥ പറയുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ണൻ്റെ പറയുമ്പോൾ പരസ്പരം ഈ അടുത്തിരിക്കുന്നവർ അത് ഒരേ മനസ്സോടുകൂടിയുള്ള ചങ്കടും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കും, അല്ലെങ്കിൽ കൈകൊണ്ട് പരസ്പരം ഒന്ന് ഇങ്ങനെ മുറുക്കി പിടിക്കും. കാരണം അത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കണ ഒരു വൈബ്രേഷൻ്റെ ഒരു പ്രതിഫലനമാണ്. അതുപോലെ ആ പീലിക്കണ്ണ് ചോദിച്ചു എന്നാണ് പറയണേ. അപ്പോൾ അതാണ് ആ മയിൽപ്പീലി. ഇവിടെ രാധേ രാധേ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ആ പരമപ്രേമം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഹരേ രാമ നാമം ജപിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണായ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം.
ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം. ഹരിഹരസുതനേ ശരണമയ്യപ്പ സ്വാമി ശരണം. പൊന്നമ്പലവാസനേ ശരണമയ്യപ്പ സ്വാമി ശരണം. കലിയുഗവരദനേ ശരണമയ്യപ്പ സ്വാമി ശരണം. ഹരേ കൃഷ്ണ കൃഷ്ണ. സന്തോഷിക്കണേ സന്തോഷിക്കണേ സന്തോഷിക്കണേ. നാരായണ.